ഞാനും നിങ്ങളും മനസ്സിലാക്കി വച്ചിരിക്കുന്ന ചിന്തയിലെ ആദ്യത്തെ തെറ്റ്, ഈ ടി ആകൃതിയിലെ കുരിശ് അപ്പാടെ ചുമക്കുന്ന ഒരു ശിക്ഷണ രീതി ചരിത്രത്തിൽ ഇല്ല. പിന്നെ എങ്ങനെ പറയാം? ശിക്ഷണ നടപടി ആരംഭിക്കുന്നു. അപ്പോൾ ക്രൂശിൻ്റെ 2 ഭാഗങ്ങളും സജ്ജീകരിച്ചിരിക്കണം. വിലങ്ങനെയുള്ള ഒരു തടിക്കഷണം, കുത്തനെയുള്ള മറ്റൊരു തടിക്കഷണം. ഈ വിലങ്ങൻ തടിക്കഷണം ഹറിസോണ്ടൽ, ആ തടിക്കഷണം കുറ്റവാളിയുടെ അരികിൽ കൊണ്ട് ആചാരപൂർവം പടയാളികൾ പിടിച്ചു വെക്കണം. വിലങ്ങനെയുള്ളൊരു തടിയുണ്ട്, അതിൻ്റെ പേര് കൂടി പറയാം, സിംപ്ലക്സ് എന്നാണ്. ഈ സിംപ്ലക്സ് എന്നറിയപ്പെടുന്ന തടി 3-4 ചുമട്ടുകാർ ചേർന്ന് ഈ തടിയാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് ഇവിടെ നിന്ന് തോളിലെറ്റിക്കൊണ്ട് വളരെ ദൂരത്തിൽ എവിടെയാണോ ക്രൂശീകരണ സ്ഥലം അവിടെ കൊണ്ടെത്തിക്കണം. അവിടേക്ക്, ഈ നിർദ്ദിഷ്ട സ്ഥലത്തേക്ക് അപ്പോൾ ആർക്കും പ്രവേശനമില്ല. ഇവരവിടെ ചെന്ന് ഈ ക്രൂശിൻ്റെ ആദ്യത്തെ തടി എത്തിച്ചു എന്നറിഞ്ഞിട്ട് വേണം 2ാമത്തെ തടി അവിടെ എത്താൻ. 2ാമത്തെ തടിയുടെ പേര്, അതാ വിലങ്ങൻ തടിക്ക് പറയുന്ന പേര് പാറ്റിബുലം എന്നാണ്. PATIBULAM. ഈ തടി കുറ്റവാളിയുടെ തോളിലേക്ക് വെക്കണം. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അത് ഞാനും നിങ്ങളും കണ്ടുപഠിച്ച ചതുരവടിവിൽ പണിയെടുത്ത് ഭംഗിയാക്കിയ ഒരു മനോഹര കുരിശൊന്നുമല്ല. ആ തടി അപ്പാടെ വെട്ടിയെടുത്ത് അദ്ദേഹത്തിൻ്റെ തോളിൽ ഇങ്ങനെ വിലങ്ങനെ വച്ചിട്ട് കൈ 2ഉം അതോട് ചേർത്ത് ബന്ധിക്കും. എന്നിട്ട് ഈ മനുഷ്യനെ നിർദ്ദിഷ്ട സ്ഥലം വരെ ചാട്ടവാറിന് തല്ലി കൊണ്ടുപോവുകയാണ്. ഈ തല്ല് ഒരിക്കലും ഒരാചാരത്തിൻ്റെ ഭാഗമായി ചെയ്യുന്നതല്ല, മറിച്ച് ഇയാൾ ക്ഷീണിതനായി വഴിയോരത്ത് വീണുപോകുകയോ അതല്ല എങ്കിൽ അനുസരണക്കേട് കാണിക്കുന്നുവോ എന്ന് ബോധം വന്നാൽ ഒരു കാളയെ തല്ലി ആ വണ്ടി ഓടിക്കുന്നവൻ നേരെ കൊണ്ടുവരും പോലെ തല്ലി ഈ ആളിനെ അവിടെ കൊണ്ടുചെല്ലണം. ഒന്നുകൂടിയുണ്ട്, നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ ക്രൂശീകരണം പൂർത്തിയായിരിക്കണം, അല്ലെങ്കിൽ ചുമതലയുള്ള റോമൻ സൈനിക മേധാവിയുടെ പേരിൽ ശിക്ഷ വരും. കാരണം റോം കടുകട്ടിയായ നിബന്ധനകളുടെ സ്ഥലമാണ്. ഇന്ന് രാജ്യത്ത് പ്രവർത്തിക്കുന്ന പല കോടതികളുടെയും ഭാഷ റോമൻ ഭാഷയാണ്, ലാറ്റിൻ ഭാഷയാണ്. നമ്മൾ കേട്ടിരിക്കുന്ന കോടതി വ്യവഹാരങ്ങളൊക്കെ ലാറ്റിൻ ശബ്ദമാണ്. ഹേബിയസ് കോർപ്പസ് എന്നും കോ വാറണ്ടം എന്നൊക്കെയുള്ള പദങ്ങൾ ഇന്നും കോടതി അപ്പാടെ ഉപയോഗിക്കുന്നു. നിർദ്ദിഷ്ട സമയത്ത് ക്രൂശിക്കണം. ഇതാണ് പാക്സ് റൊമാന എന്നറിയപ്പെടുന്ന റോമൻ നീതിബോധത്തിൻ്റെ, റോമൻ ഭരണഘടനാ സംവിധാനത്തിൻ്റെ ശക്തി. അങ്ങനെയാണ്, കൃത്യസമയത്തെത്തിക്കണം. അതിനാണ് യേശുവിന് ക്രൂശ് ചുമക്കാൻ കഴിയാതെ വന്നപ്പോൾ, സമയം താമസിച്ചു പോയാൽ ഈ ശിക്ഷണ നടപടികളുടെ കാര്യസ്ഥനായ ഉദ്യോഗസ്ഥൻ്റെ പേരിൽ നടപടി വരാതിരിക്കാനാണ് വയോരത്ത് നിന്ന് കയറി വരുന്ന ശിമോനെ കൊണ്ട് ക്രൂശ് ചുമപ്പിക്കണം എന്നുള്ള താല്പര്യം വരുന്നത്. ഇനിയാണ് മറ്റൊരു കാര്യം, ശ്രദ്ധിക്കണം. ഈ ക്രൂശിലേക്ക് നിയോഗിതനായ വ്യക്തിയെ തലസ്ഥാനത്ത് കൊണ്ടുവന്നിട്ട് കയ്യിലെ കെട്ടഴിക്കണം. എന്നിട്ട് അപ്പോത്തിക്കരി എന്നറിയപ്പെടുന്ന വൈദ്യൻ അയാളുടെ അരികിൽ വന്ന് നാഡി പരിശോധിക്കണം. നാഡീഞരമ്പുകൾ 8-10 മിനിറ്റ് എടുത്ത് പരിശോധിച്ച ശേഷം ആണിയടിക്കാനുള്ളൊരു സ്പോട്ട് കരിയോയിൽ കൊണ്ട് അടയാളപ്പെടുത്തണം, ഒരു കറുത്ത മഷിക്ക് അടയാളപ്പെടുത്തണം. അത് കൈയുടെ ഈ റിസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ്. മലയാളത്തിൽ ഈ സ്ഥലത്തിന് മണിബന്ധം എന്ന് പേര് പറയും. എന്തിനാണ് ഇവിടെ അടിക്കുന്നതെന്നറിയണ്ടേ? ഈ സ്ഥലത്ത് ആണിയടിച്ചെങ്കിൽ ആ ശരീരം ക്രൂശിലിങ്ങനെ തൂങ്ങിക്കിടക്കൂ. കൈവെള്ളയിലാണ് ആണിയെങ്കിൽ ശരീരത്തിൻ്റെ കനം നിമിത്തം ഊർന്നു പോരാൻ സാധ്യത കൂടുതൽ. മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. ഈ ശിക്ഷണ രീതി ഏറ്റവും ഭീകരമായി കുറ്റവാളിക്ക് അനുഭവപ്പെടാൻ നാഡീ ഞരമ്പുകൾ മുഴുവൻ സ്തംഭിപ്പിക്കത്തക്ക വിധത്തിൽ സകല ഞരമ്പ് കെട്ടുകളും വന്നുകൂടുന്ന ഭാഗത്ത് കൃത്യം ആണിയടിക്കണം. ആണി അടിക്കലല്ല, ചതുരവടിവുള്ള കൂർത്ത ആണി കുത്തി ഇറക്കിയ ശേഷം ഒന്ന് തിരിക്കും. ആ തിരിക്കുന്ന പോലും ആചാരസഹിതമാണ്. ഈ തിരിക്കുന്ന ഘട്ടത്തിലൊക്കെ കുറ്റവാളിക്കെതിരെ മുദ്രാവാക്യം മുഴക്കി
റോമാ കൈസർക്ക് വേണ്ടി ജയഘോഷം മുഴക്കിക്കൊണ്ട് ഓ റോമാ കൈസർ നീ ജയിക്ക എന്ന് ആരവം മുഴക്കിക്കൊണ്ട് വേണം ഈ കൈ ഇങ്ങനെ തിരിക്കാൻ. അപ്പോഴേക്കും ചോര കുറേയൊക്കെ വാർന്ന് ചോര തളം കെട്ടിക്കിടക്കുന്ന ഒരന്തരീക്ഷം സംജാതമാകും. അല്പം കഴിഞ്ഞ് ചോരയില്ല, ഒരു തുള്ളി രക്തവും പുറത്തു വരാതെ നാഡീ ഞരമ്പുകൾ മുഴുവൻ സ്തംഭിച്ച് ഇയാളിൻ്റെ കാലും വലിച്ച് ക്രൂശോട് ചേർത്തടിച്ച് ക്രൂശിനെ പൂർത്തീകരിച്ച് കയർക്കെട്ടി കുഴിക്കുള്ളിലേക്ക് ഇറക്കും. അപ്പോഴും റോമാ ഗവൺമെൻറ്റിൻ്റെ ശിക്ഷണ നടപടിയും നീതിബോധത്തെയും പ്രകീർത്തിക്കുന്ന വിധത്തിലെ ഗാനങ്ങൾ പാടിക്കൊണ്ടോ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടോ ആളുകൾ ഇതിനെ ഇങ്ങനെ പ്രകീർത്തിക്കും. കുറ്റം ചെയ്ത കുറ്റവാളിയുടെ ആ കുറ്റസംഗതി കൂടി ക്രൂശിൽ 3 ഭാഷകളിൽ എഴുതി തൂക്കും. നമ്മളാ ഒരു ശവടക്കോ പരിപാടി ഇടുമ്പോൾ മന്ത്രിക്ക് മുന്തിരി മേടിക്കുന്ന വന്നാൽ ആദ്യം എഴുന്നേറ്റ് അവിടെ നിന്ന് മാറും. എന്തിനാന്നൊരു പിടിയില്ല. മനസ്സിലായില്ലേ? മിക്ക കക്ഷികളും ഇവർ ഈ ശവസംസ്കാരത്തിനൊക്കെ വന്നൊരു ഷോ ഉണ്ട്. ആ പരിപാടി നമ്മളുടെ ആ പീക്ക് അവറിലാണ് ഇവർ കയറി വരുന്നത്. മനസ്സിലായോ? ഞാനത് മൈൻഡ് ചെയ്യല. സാർ അവിടെ ഇരുന്നോണം, കണ്ടോണം, പോകണം. എനിക്ക് 24 മണിക്കൂർ, നിങ്ങൾക്ക് 24 മണിക്കൂർ എല്ലാവർക്കും ഉള്ളൂ. അല്ലേ ഇന്നലെ വരണമായിരുന്നു. ദൈവദാസന്മാർ ശുശ്രൂഷിക്കാൻ നിന്നാൽ കളക്ടർ വന്നാലും എണ്ണീക്കരുത്. പിന്നെ അവിടുന്ന് മാറില്ല, അത് തീർക്കണം. സന്തോഷമില്ലേ നിങ്ങൾക്ക്? അങ്ങനെയാണ്. പഠിക്കണമല്ലോ. ഇവിടെ വന്ന് ഈ അഹങ്കാരം നടക്കുമെന്നുള്ള ബോധം മാറണമല്ലോ. 2-3 ക്ലാസ് ആകുമ്പോൾ അങ്ങ് നടക്കും. നമുക്കൊരു വചനം വായിച്ചുകൊണ്ട് ആരംഭിക്കാം. വിശുദ്ധ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായം 22-23 വാക്യങ്ങൾ ആരംഭത്തിൽ വായിക്കണം. അതിനുശേഷം ചില വചനങ്ങൾ അനിവാര്യമാണെങ്കിൽ ഞാൻ പറയും, അതും വായിക്കണം. ആദ്യം 1 കൊരിന്ത്യർ 22:22-23. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. പരിചിതവും സുശക്തവും ആധികാരികവുമായ ഈ ദൈവവചനത്തിനായി ദൈവത്തിന് മഹത്വം. ഞാനിന്ന് ക്രൂശ് എന്ന ഒരു വിഷയത്തെ ആധാരമാക്കിയാണ് സംസാരിക്കുന്നത്. നമ്മുടെ വിശകലനാർത്ഥം ഞാൻ 3 തലങ്ങൾ ഈ ക്രൂശ് എന്ന വിഷയത്തിന് നൽകിയിട്ടുണ്ട്. 1, ക്രൂശ് എങ്ങനെ ചരിത്രത്തിൽ. 2, ക്രൂശ് എങ്ങനെ അനുഭവത്തിൽ. 3, ക്രൂശ് എങ്ങനെ നിത്യതയിൽ. ഇതിൽ അവസാനം പറഞ്ഞ കാര്യം അത്ര പരിചിതമായി ചിലർക്ക് തോന്നില്ല. ബാക്കി 2 കാര്യങ്ങൾ നിങ്ങൾക്ക് പരിചിതമാണ്. അതുകൊണ്ട് പരിചിതമായ ആ വഴിയിലൂടെ ഞാൻ സഞ്ചരിക്കുമ്പോൾ നിങ്ങൾക്കും ഒപ്പം ചേർന്ന് എനിക്കൊപ്പം വരാം. ആമുഖഭാഗത്തേക്ക് നമുക്ക് ഒരുമിച്ച് പോകാം. ക്രൂശ് എന്നതിൻ്റെ ഗ്രീക്ക് ശബ്ദം സ്റ്റൗറോസ് എന്നാണ്. ഇതേ പദം സ്റ്റൗറോസ് എന്ന് ഗ്രീക്കിൽ പറയുന്ന ഈ പദത്തിൻ്റെ തത്തുല്യ മലയാളം ദണ്ഡന സ്തംഭം എന്നാണ്. പീഡിപ്പിക്കാനുള്ള തടി എന്നാണ്. ദണ്ഡന സ്തംഭം. ക്രൂശിന് ലാറ്റിൻ ഭാഷയിൽ ഒരു പേരുണ്ട്, റോമക്കാരൻ്റെ ഭാഷയിൽ. കാരണം ഇത് റോമൻ ശിക്ഷണ രീതിയാണ് ക്രൂശ്. റോമക്കാരൻ്റെ ഭാഷയിൽ ക്രൂശിനെ വിളിക്കുന്നത് ക്രക്സ് എന്നാണ്. ക്രക്സ്. ഈ ക്രക്സിന് ഒരു ഇംഗ്ലീഷ് ലിപ്യന്തരീകരണം കൊടുത്തതാണ് ക്രോസ് എന്ന് പറയുന്നത്. സാന്റാ ക്രക്സ്, അതാണ് നമ്മൾ സാന്റാ ക്രോസ് ആക്കിയിട്ടുള്ളത്, ഹോളി ക്രോസ്. ഇതിൻ്റെ മലയാള പ്രയോഗമാണ് ക്രൂശ്. അത് നിഷ്പാദിച്ചിരിക്കുന്നത് ഒരേ വഴിയിൽ നിന്നാണ്. പഴയ നിയമം മുഴുവൻ പരതിയാൽ നിങ്ങൾക്ക് ക്രൂശ് എന്നൊരു പദം കാണിക്കാനാവില്ല. പഴയ നിയമം മുഴുവൻ പരതിയാൽ നിങ്ങൾക്ക് ക്രൂശീകരണം എന്നൊരു സംഭവവും നേരിട്ട് കാണിക്കാനാവില്ല. പക്ഷെ പരോക്ഷ സൂചന പ്രവചന രൂപേണ ക്രൂശിനെ കുറിച്ചുണ്ട്
ദൈവത്തിൻ്റെ ക്രിസ്തു മരിച്ചടക്കപ്പെടേണ്ടതിനെ പറ്റിയുള്ള വളരെ മർമ്മപ്രധാനങ്ങളായ വസ്തുതകൾ പഴയ നിയമത്തിലുമുണ്ട്, പഴയ നിയമ പാരമ്പര്യങ്ങളിലുമുണ്ട്. പക്ഷേ ക്രൂശിൽ മരിച്ച ഒരാളെയും നിങ്ങൾക്ക് പഴയ നിയമത്തിൽ നിന്ന് കാണിക്കാനാവില്ല. അരാമിക്കിലെ സ്ലീബ എന്നും ഈ പദത്തെ പറയുന്നു. അങ്ങനെ നമ്മൾ സ്ലീബ ആ പദം കേട്ടിട്ടുള്ളവരാണ്. അപ്പോൾ ക്രൂശ് അല്ലെങ്കിൽ ക്രക്സ്, കുരിശ്, ക്രോസ് ഇത്യാദി പേരുകളാൽ ലോകത്തേറ്റവും ജനകീയമായ ഒരു ശിക്ഷണ ആയുധമാണ് ഞാനും നിങ്ങളും കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വസ്തു. അതിൻ്റെ ചരിത്രം പഴയ നിയമത്തിൽ ഇല്ല. പഴയ നിയമകാലത്ത് ഒരു മനുഷ്യനെ കൊല്ലാൻ, കുറ്റവാളിയെ കൊല്ലാൻ 4 വിധ രീതികൾ സ്വീകരിച്ചിരുന്നു. ഒരു കൊടുംപാവിയെ, ഒരു ക്രിമിനലിനെ ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകുക, വധശിക്ഷയ്ക്ക് വിധേയമാക്കുക. 4 രൂപങ്ങളാണ് വധശിക്ഷയ്ക്ക്. എന്തൊക്കെയാണത്? അതിൽ 3 കാര്യവും ബൈബിളിലുണ്ട്, ചിലത് യഹൂദ പാരമ്പര്യങ്ങളിലുണ്ട്. ഒന്നാമതായി, കുറ്റം ചെയ്ത മനുഷ്യന്റെ കുറ്റം എല്ലാത്തരം സംശയങ്ങൾക്കും അതീതമായി തെളിയിക്കപ്പെട്ടാൽ അയാളെ കല്ലെറിഞ്ഞു കൊല്ലാം. കല്ലേറ് അഥവാ സ്റ്റോണിങ്, ഇതാണൊരു ശിക്ഷണ രീതി. രണ്ടാമത്തെ ശിക്ഷണ രീതി, കുറ്റവാളിയുടെ കഴുത്തറുത്തു കൊല്ല, ബിഹെഡിങ് അല്ലെങ്കിൽ സോഡിങ് എന്ന് പറയാം. മൂന്നാമത്തെ ശിക്ഷണ രീതി, ആളിനെ തൂക്കിലെറ്റുക, ഹാങ്ങിങ് അഥവാ തൂക്കിലേറ്റം. ഹാമാനെ തൂക്കിലെറ്റിയ സംഭവമുണ്ട്, ആഖാനെ കല്ലെറിഞ്ഞ സംഭവമുണ്ട്, വാളിൻ്റെ വായ്ത്തലയ്ക്ക് സമാഗമന കൂടാരത്തിൽ പ്രാണരക്ഷാർത്ഥം ഓടിക്കൈ അവരുടെ തല പോലും ഛേദിച്ചു കളഞ്ഞ സംഭവങ്ങളുണ്ട്. ഇനി ഒരു ശിക്ഷണ രീതി, കുറ്റവാളിയെ ഞെരുക്കിക്കൊല്ലുക എന്നതാണ്. ഞെരുക്കിക്കൊല്ല ഒരു ആകസ്മിക ശിക്ഷയാണ്. എന്ന് വച്ചാൽ ദണ്ഡന ഉപകരണങ്ങളൊന്നും ന്യായാധിപതിക്ക് മുമ്പിലില്ല എന്ന് വന്നാൽ, കല്ലെറിഞ്ഞ് കൊലപ്പെടുത്താൻ ശേഷിയുള്ള ആളുകളില്ല എന്ന് വന്നാൽ, സൈനികർക്ക് കുറ്റവാളിയുടെ കഴുത്ത് ഞെരിച്ചു കൊല്ലാം, സ്ട്രാംഗ്ലിംഗ് എന്ന് പറയും. 4 വിധ ശിക്ഷണ രീതി. അവിടെ എങ്ങും നിങ്ങൾക്ക് ക്രൂസിഫിക്ഷൻ അല്ലെങ്കിൽ ക്രോസ് ഈ പദങ്ങൾ കാണാനാവില്ല. പിന്നെ എങ്ങനെ യഹൂദന്മാരുടെ കോടതിയിൽ യേശുവിനെ വിചാരണ ചെയ്യും വേളയിൽ ഈ ശബ്ദമുയർന്നു, അവനെ ക്രൂശിക്കുക? എവിടുന്ന് കിട്ടി ഇവർക്ക് ഈ ആശയം? എന്തുകൊണ്ടാണ് ഇവർ പറയുന്നത് ക്രൂശിക്കുക? ആ ഒറ്റ വാക്കിൽ തന്നെ ശിക്ഷ റദ്ദ് ചെയ്യാം. അതിന് കാരണമുണ്ട്. ഒരു വക്കീല് ഒരു കൊടുങ്കുറ്റവാളിയെ വിചാരണ ചെയ്യുന്നു. അഫ്സൽ ഗുരുവിനെ പോലൊരുവനെ ഒരു കോടതിക്കുള്ളിലിട്ട് പ്രോസിക്യൂഷൻ വിചാരണയ്ക്കും വിശകലനത്തിനും വിധേയമാക്കുന്നു. അദ്ദേഹത്തിന് ഒന്നേ അവകാശപ്പെടാൻ പറ്റൂ, തൂക്കിലെറ്റുക. കാരണം ഇന്ത്യൻ ശിക്ഷാ നിയമം അങ്ങനെയാണ്. 1860 രൂപീകൃതമായ ഇന്ത്യൻ ശിക്ഷാ നിയമം അത് ബ്രിട്ടീഷുകാരുടെ കാലത്തെയാണ്, മെക്കോളെ പ്രഭുവിന്റെ കാലത്ത് രൂപപ്പെട്ടതാണ്. ആ നിയമം കുറെയൊക്കെ പരിഷ്കരിക്കുന്നുണ്ട്. ആ നിയമത്തിൽ തൂക്കിലെറ്റാനേ പ്രമാണമുള്ളൂ. അതുമെല്ലാം തൂക്കിലെറ്റാനാവില്ല. റയറസ്റ്റ് ഓഫ് റയർ, അപൂർവങ്ങളിൽ അപൂർവമെന്ന് കോടതിക്ക് തോന്നണം. നമുക്കൊരു നിയമപണ്ഡിതനോട് ചോദിക്കാം, സാർ എന്താണ് ഈ അപൂർവങ്ങളിൽ അപൂർവം? അങ്ങനെയൊന്നും ഇല്ലെന്നുള്ളതാണ് സത്യം. നിയമപുസ്തകങ്ങളിലൊന്നും അപൂർവങ്ങളിൽ അപൂർവം ഒരിക്കലും നിർവചിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ? മജിസ്ട്രേറ്റിൻ്റെ, ജഡ്ജിയുടെ മാനസികാവസ്ഥ, അദ്ദേഹത്തിൻ്റെ ഈ കുറ്റത്തോടുള്ള സമീപനം, കുറ്റവാളിയുടെ ജീവിത പശ്ചാത്തലം, ഇവയൊക്കെ പരിശോധിച്ച് അദ്ദേഹത്തിൻ്റെ വിവേചനാധികാരമാണ് ഇദ്ദേഹത്തെ വധശിക്ഷയ്ക്ക് വിധേയമാക്കണോ. ഒരിക്കലും പരിഷ്കൃത സമൂഹങ്ങൾ വധശിക്ഷ എല്ലാ കാര്യത്തിലും ചെയ്യില്ല. ഒട്ടധികം ആലോചിച്ച് മാത്രമേ വധശിക്ഷ നടപ്പിലാക്കൂ. കാരണം ഇതൊരുത്തൻ്റെ പ്രാണനെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു ശിക്ഷയാണ്. ഈ വിധി പുറപ്പെടുവിക്കുന്ന ജഡ്ജിയുടെ സ്വകാര്യ ജീവിതത്തിൽ
അദ്ദേഹത്തെ താൻ പുറപ്പെടുവിച്ച വിധി കൊണ്ടൊരു പ്രാണൻ നഷ്ടമായല്ലോ എന്ന ചിന്ത വേട്ടയാടിക്കൊണ്ടിരിക്കും. അതൊക്കെ മുൻനിർത്തിയാണ് ജഡ്ജിയുടെ വിവേചനാധികാരമാണ്. അതുകൊണ്ടാണ് പത്രത്തിലൊക്കെ നമ്മൾ ചില കൊടും ക്രൂരതകൾ കണ്ടിട്ട് എന്തുകൊണ്ട് ഇയാൾക്ക് ജീവപര്യന്തമായി കുറച്ചു, വധശിക്ഷ കൊടുക്കണം എന്ന് പറയില്ലേ? കോടതി വികാരങ്ങൾക്ക് അടിമപ്പെടൂല, പത്രം വായിച്ചിട്ട് നീതി നടപ്പിലാക്കൂല. അതിന് നിയതമായ സംവിധാനങ്ങളുണ്ട്, അതിന് ശാശ്വതമായ രീതികളുണ്ട്, അതിന് കീഴ്വഴക്കങ്ങളുണ്ട്, അതിന് നിയമങ്ങളുണ്ട്. ഇതിനെയെല്ലാം മുൻനിർത്തിക്കൊണ്ടേ ഒരു ശിക്ഷ വരൂ. പക്ഷേ അധികാരമുള്ള ഒരു കോടതിയുടെ മുമ്പിൽ കുറ്റവാളി കുറ്റം ചെയ്തു എന്ന് ഉറപ്പായി തെളിയിക്കപ്പെട്ടിട്ട് അത് അപൂർവങ്ങളിൽ അപൂർവമെന്ന് ജഡ്ജിക്ക് ബോധ്യപ്പെട്ടാൽ വക്കീൽ പറയാ ഇയാൾക്ക് വധശിക്ഷ കൊടുക്കണം. സംഭവിക്കും. അങ്ങനെ ചിലത് നമ്മുടെ രാജ്യത്ത് കൺമുമ്പിലൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. പക്ഷേ അധികാരമില്ലാത്തൊരു കോടതിയോട് ഇങ്ങനെ വാദിച്ചാൽ ശിക്ഷ നടപ്പിലാക്കാൻ പറ്റുമോ? ഞാനതിന് നിങ്ങളോടൊരു ഉദാഹരണം പറയാം. നമ്മുടെ രാജ്യത്ത് കളക്ടർ എന്നൊരു തസ്തികയുണ്ട്. ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൻ്റെ അവർ പോയപ്പോൾ ഇട്ടിട്ട് പോയ ഒരവശിഷ്ടമാണ് വാസ്തവത്തിൽ ഈ കളക്ടർ. ഒരു മത്സര പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ ജയിച്ചു വരുന്ന ഒരാളാണ്. തിരിധരിക്കരുത്, ഞാൻ ഈ ബ്യൂറോക്രസിയുടെ തെറ്റായ നിലപാടുകളോട് ബ്രിട്ടീഷ് കൊളോണിയലിസത്തിൻ്റെ ബാക്കി പത്രമായി ഒഴിവാക്കേണ്ട ഒത്തിരി തസ്തിക ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ജനാധിപത്യ രാജ്യത്തിൽ എനിക്കങ്ങനെ വിശ്വസിച്ചുകൂടെ. ഞാൻ വിശ്വസിച്ചിട്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. പക്ഷേ ഇവരൊരു മത്സര പരീക്ഷയുടെ അടിസ്ഥാനത്തിൽ ജയിച്ചു വരുന്ന മിടുക്കന്മാരാണ്, സമ്മതിച്ചു. അതിൽ തന്നെ ഒരു മിടുമിടുക്കൻ അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ പെൺ സുഹൃത്തുമായി മാസ്കറ്റ് ഹോട്ടലിൽ കയറി ശരിക്കും മദ്യപിച്ചു, രാത്രി വണ്ടി ഓടിച്ചു പോയി, എന്തെല്ലാം പൊടുക്ക ഒരു മനുഷ്യൻ മരിച്ചു വീണു. മനസ്സിലായോ? ഒരു മനുഷ്യൻ മരിച്ചു. അപ്പോൾ ഒരു മാധ്യമപ്രവർത്തകൻ നടന്നു വരുന്ന വഴി കേള ഇടിച്ചു, ആൾ മരിച്ചു. വലിയ പ്രശ്നമായി. ഒടുക്കം അദ്ദേഹത്തിൻ്റെ സ്വാധീനവും മറ്റു പല ഘടകങ്ങൾ കൊണ്ട് ഒരു റിപ്പോർട്ട് പുറത്തു വന്നു, ഇദ്ദേഹത്തിന് ഓർമ്മക്കുറവുണ്ടെന്ന്. ഇപ്പോൾ ഓർമ്മക്കുറവുള്ള ആളാണ്, കുറേ നാൾ ആലപ്പുഴ ജില്ല ഭരിച്ചേ. മനസ്സിലായി? നല്ല ഓർമ്മക്കുറവ്. ഞാനന്ന് ഫേസ്ബുക്കിലൊരു പോസ്റ്റ് ഇട്ടു, താങ്കൾ കളക്ടറായി നിയമിതനായ വിവരം ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ച് ഒരു പോസ്റ്റ് ഇട്ടു. ജനാധിപത്യ രാജ്യത്ത് നമുക്ക് അങ്ങനെയൊക്കെയല്ലേ പ്രതിഷേധിക്കാൻ പോകും. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെ രേഖാധിപതിയൊന്നും ഇല്ലെങ്കിൽ ഈ രാജ്യം പോക്കോളൂ. അതാ കാര്യം. ലോകത്തിന് വന്ന മാറ്റം നമ്മുടെ സമൂഹം അറിയുന്നില്ല, അതൊരു പ്രശ്നം. എന്തിനാണ് ഇത്രയും തസ്തികകൾ? എനിക്കും ഇതിനെയും പിടിയിട്ടിട്ടില്ല. നമ്മളെല്ലാം ഇങ്ങനെ നീതി അടച്ചടച്ച് ഇത്തരം കുറേ ഏകാധിപതികളെ തീറ്റിപ്പോറ്റുന്നു. ഏതായാലും പോട്ടെ. അപ്പോൾ ഈ കളക്ടർ മജിസ്ട്രേറ്റ് കൂടിയാണ്, ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് കളക്ടർ അടുത്തൊരു പരാതി കൊണ്ട് നിന്നിട്ട് പറയാം, ഇയാളെ തൂക്കിലേറ്റാൻ പറഞ്ഞാൽ പുള്ളിക്ക് പറ്റുമോ? പറ്റില്ല. അദ്ദേഹത്തിൻ്റെ ജൂറിസ്ഡിക്ഷനിൽ ഈ സംഭവം ഇല്ല. ഇത്തരം ക്രിമിനൽ കേസുകൾ എടുക്കില്ല. ഈ രാജ്യത്തൊരുവനും വധശിക്ഷ വിധിക്കാൻ അധികാരമുള്ള ഒറ്റ കോടതിയുള്ളൂ, വധശിക്ഷ വിധിക്കാൻ. സെഷൻസ് കോടതി എന്നതിന് പറയുക. ജില്ലയിലെ സിവിൽ കോടതിക്ക് തത്തുല്യമായ ക്രിമിനൽ കോടതിയുടെ പേരാണ് സെഷൻസ് കോടതി. അവിടെ മാത്രമേ ഈ വിധി പുറപ്പെടുവിക്കാൻ പറ്റൂ. ആ വിധി പരിശോധിക്കാം മേൽക്കോടതികൾക്ക്. ഒടുക്കം സുപ്രീം കോടതിയിൽ നിന്ന് പോലും താഴേക്ക് വിടും. കാരണം ഇത് സെഷൻസ് കോടതിയുടെ ജൂറിസ്ഡിക്ഷനിൽ പറ്റ കാര്യമായത്. ഞാൻ ഇത്രയും വളഞ്ഞ് എന്തിനാണ് വന്നതെന്നറിയണ്ടേ? യേശുവിൻ്റെ കാലഘട്ടത്തിൽ ഒരു മതകോടതി നിലനിന്നിരുന്നു. ആ മതകോടതിയുടെ പേര് സന്നിദ്രീൻ എന്നാണ്. ഈ സന്നിദ്രീൻ എന്ന മതകോടതിക്ക് ക്രൂശിൻ്റെ ശിക്ഷ വിധിക്കാൻ അധികാരമില്ല, ക്രൂശിക്കാൻ അവകാശമില്ല. ആ മതകോടതിയിൽ വാദത്തിന് വന്നിരിക്കുന്ന ആളുകളുടെ ആവശ്യം അല്ലല്ല, ഈ കോടതിയുടെ തന്നെ ആവശ്യം ഈ വിധിക്ക് വിധേയനായി നിൽക്കുന്ന വിചാരണ കാത്തിരിക്കുന്ന യേശുവിനെ ക്രൂശിക്കണം. കല്ലെറിഞ്ഞാൽ പോരാ, തലവെട്ടിയാൽ പോരാ, ഞെരുക്കിക്കൊന്നാൽ പോരാ, തൂക്കിലെറ്റിയാൽ പോരാ, ക്രൂശിക്കണം. വിചിത്രമായ ഈ ആവശ്യം കോടതിക്ക് നിർവഹിക്കാൻ കഴിയാത്തത് കൊണ്ട് റോമൻ കോടതിക്ക് കേസ് മാറ്റി. അവിടുന്ന് റോമൻ കോടതിയോ ജൂത കോടതിയോ എന്ന് തീർപ്പ് കൽപ്പിക്കാനാവാത്ത ഹെരോദാവിൻ്റെ കോർട്ടിലേക്ക് മാറ്റി. ഈ സംഭവങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. ഇവരെന്തിനാണ് ഈ ക്രൂശിക്കണം എന്ന് പറയുന്നത്? ഞാനതിലേക്ക് വരും മുമ്പ് ക്രൂശീകരണത്തെ പറ്റിയും ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. നിങ്ങൾ
ഈ മനസ്സിലാക്കിയ ക്രൂശീകരണത്തിൽ നിന്ന് വിഭിന്നമാണ് ചരിത്രത്തിലെ ക്രൂശ് മരണം. നമ്മൾ മനസ്സിലാക്കിയതൊക്കെ ഭീകരമായ ക്രൂശ് മരണങ്ങളാണ്. ഭീകരമാണെങ്കിലും കുറേ എക്സഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ മശികാ ചരിത്രത്തിലും പാഷൻ ഓഫ് ദി ക്രൈസ്റ്റിലും ജീസസിലുമൊക്കെ ഈ മനുഷ്യനെ കരയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ക്രൂശ് മരണം ഓവറായിട്ട് സംസാരിക്കാറുണ്ട്. എന്തിനാ അവരെ മാത്രം പറയും? നമ്മൾ പാസ്റ്റർമാരും സുവിശേഷകരും ഒക്കെ കർത്തൃമേശ നടത്തുമ്പോൾ ഈ ക്രൂശിൻ്റെ ഭാഗം വരുമ്പോൾ കരഞ്ഞോണ്ടാണ് പറയുന്നത്. കരയല്ല, കരച്ചിൽ പോലെ ഒരു ടോൺ ഇട്ടാ പറയും, നമ്മളെ അടിച്ചു ഒങ്കപ്പാടി. അതൊരു ടോണേൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. ഗൗരവത്തിലൊന്നും എടുക്കാനില്ല. ഇതേലൊക്കെയാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. ചോദ്യം ചെയ്തിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ നിങ്ങൾ എന്നോട് ഉപദേശം എങ്ങനെയാണ് നടത്തുന്നത്? ഞാനും ഇങ്ങനെ നടത്തുന്നത്. അതിൻ്റെ കാരണം എന്താ? എല്ലാവരും ഇങ്ങനെ ആ ഭാഗം വരുമ്പോൾ ഒരു ടോണേലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് പ്രീട്ടിയില്ലേ, അതുകൊണ്ട് ചെയ്യുന്ന. ആ ഗൗരവത്തിലൊന്നും എടുക്കണ്ട. മനസ്സിലായോ? കർത്തൃമേശ ഗൗരവത്തിൽ എടുക്കേണ്ടെന്നല്ല, ആ ടോണ് ആ സമയമാകുമ്പോൾ വരുന്നതാണ്. അത് നാച്ചുറലാണ്. അതിങ്ങനെ ഫീഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അങ്ങനെ വരും. അപ്പോൾ എനിക്കിതുവരെ മനസ്സിലായില്ല. അവിടെ വരുമ്പോൾ ഈ ടോണിലൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഇങ്ങനെ വേണ്ടത് എന്തിനാണെന്ന് എനിക്കറിയില്ല. പാട്ടുകാർക്കൊക്കെ അറിയാമായിരിക്കും. അവരോട് ചോദിച്ചാൽ പറഞ്ഞു തരും. പോട്ടെ. അപ്പോൾ അതിഭീകരമായിട്ടാണ് കാണിക്കുന്നത്. അതിഭീകരമാണ്, പക്ഷെ കാണുന്നതിൽ നിന്ന് വിഭിന്നമാണ്. എന്തിന്? പാഷൻ ഓഫ് ദി ക്രൈസ്റ്റും ജീസസും ഒക്കെ വിടാം. കഷ്ടാനുഭവ ആഴ്ചയിൽ നമ്മുടെ കുറേ സഹോദരങ്ങൾ ഈ ക്രൂശും വഹിച്ച് പെരുവഴിയിലൂടെ വരും. ഞാൻ പരിഹസിക്കാനല്ല, ഞാനവരെ അഭിനന്ദിക്കുന്ന ഒരാളാണ്. കാരണം അവരങ്ങനെങ്കിലും ഈ ക്രൂശിനോട് ഐഡൻറ്റിഫൈ ചെയ്യുന്നല്ലോ. അത് നടക്കട്ടെ. ഒരാൾ ഞാനിങ്ങനെ പ്രസംഗിച്ച് കഴിഞ്ഞ് ചോദിച്ചു, പലരും ഞങ്ങളിങ്ങനെ പോയിട്ട് വിമർശിച്ചിട്ടുണ്ട്, സാറ് മാത്രം എന്തിനാ ഞങ്ങളിങ്ങനെ? ഞാൻ പറഞ്ഞു എനിക്കത് സന്തോഷം. പിന്നെ ഒരു അപാകതയുണ്ട്, അതിനകത്ത് ഒരു കുറവുണ്ട്. ആ ഒരു കുറവ് അതെന്താ? ഞങ്ങൾ ഈ ക്രൂശിൻ്റെ പുറകിൽ ചക്രം വെച്ചാണോ എന്ന് ചോദിച്ചു. കാരണം ഈ ക്രൂശ് കൃത്യം വലിക്കാനുള്ള എളുപ്പത്തിന് പുറകിലൊരു ചക്രം വെക്കാറുണ്ട് ഇപ്പോഴത്തെ രീതിക്ക്. അതും തെറ്റല്ല. കാരണം ഡിജിറ്റൽ യുഗത്തിൽ അത്രയെങ്കിലും പുരോഗമിച്ചില്ലേ, പിന്നെന്താ കാര്യം? നല്ല കാര്യം, അഭിനന്ദിക്കാന്നേ. പിന്നെന്താ പ്രശ്നം? ഞാൻ പറഞ്ഞു ഏതായാലും നിങ്ങളിത് കളത്തിലിറങ്ങിയതാ. നിങ്ങൾക്ക് ഈ വിഷയത്തോട് നീതി പുലർത്താൻ കഴിയണേ രണ്ടുപേരെ ചമ്മട്ടിക്ക് അപ്പുറത്തും ഇപ്പുറത്തും നിർത്തണം, എന്നിട്ട് അടിയും കൊടുക്കണം. വലുതല്ലൊരു നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്ന തരത്തിൽ. അപ്പോൾ ഒരു ഒറിജിനാലിറ്റി വരും. അതിന് വേണ്ടിയാണ്. ഏതായാലും ഇറങ്ങി തിരിച്ചല്ലേ, ഒരേകദേശ ഒറിജിനാലിറ്റി വേണ്ടേ? അല്ല വേണ്ടേ? ക്ഷമിക്കണം, അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയാതെ വയ്യ. ഞാനൊരു തനി നാടൻ കർഷക കുടുംബത്തിൽ ജനിച്ചു വളർന്ന ആളാണ്. ബഹുമാനപ്പെട്ട ജോറുട്ടിച്ചാന് എന്നെ ചെറുപ്പം മുതൽ അറിയാം. ഞങ്ങൾ ഈ പൂഞ്ഞാർ നിയോജകമണ്ഡലത്തിൽപ്പെട്ട ആളുകളാണ്. പഴയ PC ജോർജിൻ്റെ മണ്ഡലം. ഞാൻ പറയാറുണ്ട്, അവിടെ ഉള്ളതിൽ ഒരല്പം മര്യാദയ്ക്ക് സംസാരിക്കുന്ന ആൾ ഈ PC ജോർജാണ്. ജോർജി സാറ് തന്നെ ചെങ്ങന്നൂർ വന്ന ശേഷമാണ് ഈ ഡെവലപ്പായത്. ഒരുവിധം മര്യാദയ്ക്ക് കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരാൾ അദ്ദേഹമാണ്. അതുകൊണ്ട് അദ്ദേഹം ജയിച്ചുകൊണ്ടിരുന്നു അടുത്ത കാലം വരെ. പോട്ടെ. അപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ പണ്ട് ഒരു ക്ലബ്ബുണ്ടായിരുന്നു. അവിടെ എല്ലാവരുടെ കൂടി തീരുമാനിച്ചു, എല്ലാ വർഷവും നമ്മൾ ലോക്കൽ നാടകം നടത്തുകയാണ്. ഈ വർഷം നമുക്ക് ഏതെങ്കിലും ഒരു ടീമിനെ വിളിച്ചൊരു നാടകം നടത്താം. അതിന് പിരിവൊക്കെ എടുത്ത് ഇതുപോലെ വലിയ സെറ്റപ്പെല്ലാം ചെയ്ത്, പണ്ട് കാലമല്ലേ, ഒരു ടീം വന്നു. അവർ ഈ നാടിൻ്റെ പൾസ് മനസ്സിലാക്കി. കാത്തലിക് സഹോദരങ്ങൾ കൂടുതലുള്ള സ്ഥലമാണ്. ഒരുപക്ഷെ ഈ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം കാത്തലിക്സുള്ളൊരു മേഖലയാണ്, സഹോദരങ്ങളുള്ളൊരു മേഖലയാണ്. അപ്പോൾ അതിൻ്റെ ആ പൾസ് അറിഞ്ഞുകൊണ്ട് യേശുവിൻ്റെ ക്രൂശുമായി ബന്ധപ്പെട്ടുള്ള ആ ക്രൂശീകരണം ഈ സംഭവമൊക്കെയാണ്. അപ്പോൾ ഞങ്ങളെല്ലാം ഇങ്ങനെ കാണാനിരിക്കുന്നു. ഭയങ്കര ടെക്നോളജി, അന്നത്തെ ടെക്നോളജിയൊക്കെയാണ്. അപ്പോൾ ഈ വണ്ടിയും വഴിയൊക്കെ അല്പം ദൂരെ ആയതുകൊണ്ട് ജനറേറ്റർ ഇരിക്കുന്നത് കിലോമീറ്റർ അപ്പുറത്താണ്. ദൂരെ കൊണ്ടുവച്ചതിന് വണ്ടിയും കൊണ്ട് വരികയില്ല. അപ്പോൾ ഈ ക്രൂശ് മരണത്തിൻ്റെ പ്രസക്തമായ സമയമെത്തി. ആളിനെ ക്രൂശിച്ചു, ഇങ്ങനെ കിടക്കുക. അദ്ദേഹത്തിൻ്റെ അഭിനയം സൂപ്പറാണ്. സൗകര്യമാരൊക്കെ ഇരുന്ന് കരയുകയാണ്, കണ്ണീരൊഴുക്കുകയാണ്. ക്രൂര ഹൃദയങ്ങൾ പോലും അത് കണ്ട് ദുഃഖിതരായിട്ടിരിക്കുന്ന സമയത്ത് കരണ്ട് അങ്ങ് പോയി. കുറേ നേരമായിട്ട് പുള്ളി കിടക്കുകയാണ്. ഈ ജനറേറ്റർ സ്റ്റാർട്ട് ചെയ്യാൻ പോയ ആൾ പോയ വഴിക്ക് പാമ്പിനെ കണ്ട് പേടിച്ച് അതിന് തീരുമാനം ഉണ്ടാക്കാൻ നിൽക്കുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ പൊല്ലാപ്പ്. 8-10 മിനിറ്റ് ഈ ക്രൂശേ കിടക്കുന്നുണ്ട്. ദുഃഖം നിങ്ങൾക്ക് മനസ്സിലാവില്ല. അയാളൊടുവിൽ തൻ്റെ സുഹൃത്ത് താഴെ പടയാളിയായിട്ട് നിൽപ്പുണ്ട്. അവനോട് പറഞ്ഞു, നീ ഒരു ബീഡി കത്തിച്ചു തരാൻ. ആശാനൊരു കുന്തത്തിൻ്റെ അഗ്രത്തിൽ ഒരു ബീഡി കത്തിച്ച് മുകളിലേക്ക് കൊടുത്തു. ഇയാളിങ്ങനെ പുകയെടുത്തുകൊണ്ടിരിക്കുമ്പോൾ കറണ്ട് വരുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, അന്തരീക്ഷം എങ്ങനെ മാറുമെന്ന് മനസ്സിലായോ?
അതുവരെയും കണ്ണീരോടെ ഇരുന്ന ആളുകൾ നോക്കുമ്പോൾ മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി ഒരാൾ ക്രൂശിൽ കിടന്ന് അന്തസ്സായിട്ട് പുകവലിക്കുന്നു. അഭിനയിച്ചാൽ ഇത്രയാകുള്ളൂ, അതാ പറഞ്ഞത്. അഭിനയിച്ചാൽ കാര്യത്തോടെടുക്കുമ്പോൾ ഇങ്ങനെ വരും, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ക്രൂശ് അനുഭവമാണ്. ക്രൂശിനെ അനുഭവിക്കാൻ കഴിയാതെ ഒരാളെങ്കിലും ഈ ശബ്ദപരിധിക്ക് പുറത്തു നിൽക്കുന്നെങ്കിൽ ഇപ്പോഴാകുന്നു സുപ്രസാദ കാലം, ഇപ്പോഴാകുന്നു രക്ഷാദിവസം. ഈ മഹത്തര രക്ഷയുടെ പരിധി വിട്ട് നിങ്ങൾക്ക് എവിടെയും ഒളിക്കാൻ എനിക്കിടയില്ല. അതുകൊണ്ട് നാം ഒരുമിച്ച് ക്രൂശിനെ ഉയർത്തുന്ന അനുഗ്രഹീതമായ ഈ ചിന്തയിലേക്ക് ഞങ്ങൾ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. സ്തോത്രം. പ്രിയരേ, ക്രൂശിനെക്കുറിച്ച് ചില വിശദീകരണങ്ങൾ പറയാം. ഞാനും നിങ്ങളും മനസ്സിലാക്കി വച്ചിരിക്കുന്ന ചിന്തയിലെ ആദ്യത്തെ തെറ്റ്, ഈ ടി ആകൃതിയിലെ കുരിശ് അപ്പാടെ ചുമക്കുന്ന ഒരു ശിക്ഷണ രീതി ചരിത്രത്തിൽ ഇല്ല. പിന്നെ എങ്ങനെ പറയാം? ശിക്ഷണ നടപടി ആരംഭിക്കുന്നു. അപ്പോൾ ക്രൂശിൻ്റെ 2 ഭാഗങ്ങളും സജ്ജീകരിച്ചിരിക്കണം. വിലങ്ങനെയുള്ള ഒരു തടിക്കഷണം, കുത്തനെയുള്ള മറ്റൊരു തടിക്കഷണം. ഈ വിലങ്ങൻ തടിക്കഷണം ഹറിസോണ്ടൽ, ആ തടിക്കഷണം കുറ്റവാളിയുടെ അരികിൽ കൊണ്ട് ആചാരപൂർവം പടയാളികൾ പിടിച്ചു വെക്കണം. വിലങ്ങനെയുള്ളൊരു തടിയുണ്ട്, അതിൻ്റെ പേര് കൂടി പറയാം, സിംപ്ലക്സ് എന്നാണ്. ഈ സിംപ്ലക്സ് എന്നറിയപ്പെടുന്ന തടി 3-4 ചുമട്ടുകാർ ചേർന്ന് ഈ തടിയാണെന്ന് ഉറപ്പുവരുത്തിയിട്ട് ഇവിടെ നിന്ന് തോളിലെറ്റിക്കൊണ്ട് വളരെ ദൂരത്തിൽ എവിടെയാണോ ക്രൂശീകരണ സ്ഥലം അവിടെ കൊണ്ടെത്തിക്കണം. അവിടേക്ക്, ഈ നിർദ്ദിഷ്ട സ്ഥലത്തേക്ക് അപ്പോൾ ആർക്കും പ്രവേശനമില്ല. ഇവരവിടെ ചെന്ന് ഈ ക്രൂശിൻ്റെ ആദ്യത്തെ തടി എത്തിച്ചു എന്നറിഞ്ഞിട്ട് വേണം 2ാമത്തെ തടി അവിടെ എത്താൻ. 2ാമത്തെ തടിയുടെ പേര്, അതാ വിലങ്ങൻ തടിക്ക് പറയുന്ന പേര് പാറ്റിബുലം എന്നാണ്. PATIBULAM. ഈ തടി കുറ്റവാളിയുടെ തോളിലേക്ക് വെക്കണം. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അത് ഞാനും നിങ്ങളും കണ്ടുപഠിച്ച ചതുരവടിവിൽ പണിയെടുത്ത് ഭംഗിയാക്കിയ ഒരു മനോഹര കുരിശൊന്നുമല്ല. ആ തടി അപ്പാടെ വെട്ടിയെടുത്ത് അദ്ദേഹത്തിൻ്റെ തോളിൽ ഇങ്ങനെ വിലങ്ങനെ വച്ചിട്ട് കൈ 2ഉം അതോട് ചേർത്ത് ബന്ധിക്കും. എന്നിട്ട് ഈ മനുഷ്യനെ നിർദ്ദിഷ്ട സ്ഥലം വരെ ചാട്ടവാറിന് തല്ലി കൊണ്ടുപോവുകയാണ്. ഈ തല്ല് ഒരിക്കലും ഒരാചാരത്തിൻ്റെ ഭാഗമായി ചെയ്യുന്നതല്ല, മറിച്ച് ഇയാൾ ക്ഷീണിതനായി വഴിയോരത്ത് വീണുപോകുകയോ അതല്ല എങ്കിൽ അനുസരണക്കേട് കാണിക്കുന്നുവോ എന്ന് ബോധം വന്നാൽ ഒരു കാളയെ തല്ലി ആ വണ്ടി ഓടിക്കുന്നവൻ നേരെ കൊണ്ടുവരും പോലെ തല്ലി ഈ ആളിനെ അവിടെ കൊണ്ടുചെല്ലണം. ഒന്നുകൂടിയുണ്ട്, നിർദ്ദിഷ്ട സമയത്തിനുള്ളിൽ ക്രൂശീകരണം പൂർത്തിയായിരിക്കണം, അല്ലെങ്കിൽ ചുമതലയുള്ള റോമൻ സൈനിക മേധാവിയുടെ പേരിൽ ശിക്ഷ വരും. കാരണം റോം കടുകട്ടിയായ നിബന്ധനകളുടെ സ്ഥലമാണ്. ഇന്ന് രാജ്യത്ത് പ്രവർത്തിക്കുന്ന പല കോടതികളുടെയും ഭാഷ റോമൻ ഭാഷയാണ്, ലാറ്റിൻ ഭാഷയാണ്. നമ്മൾ കേട്ടിരിക്കുന്ന കോടതി വ്യവഹാരങ്ങളൊക്കെ ലാറ്റിൻ ശബ്ദമാണ്. ഹേബിയസ് കോർപ്പസ് എന്നും കോ വാറണ്ടം എന്നൊക്കെയുള്ള പദങ്ങൾ ഇന്നും കോടതി അപ്പാടെ ഉപയോഗിക്കുന്നു. നിർദ്ദിഷ്ട സമയത്ത് ക്രൂശിക്കണം. ഇതാണ് പാക്സ് റൊമാന എന്നറിയപ്പെടുന്ന റോമൻ നീതിബോധത്തിൻ്റെ, റോമൻ ഭരണഘടനാ സംവിധാനത്തിൻ്റെ ശക്തി അങ്ങനെയാണ്. കൃത്യസമയത്തെത്തിക്കണം. അതിനാണ് യേശുവിന് ക്രൂശ് ചുമക്കാൻ കഴിയാതെ വന്നപ്പോൾ, സമയം താമസിച്ചു പോയാൽ ഈ ശിക്ഷണ നടപടികളുടെ കാര്യസ്ഥനായ ഉദ്യോഗസ്ഥൻ്റെ പേരിൽ നടപടി വരാതിരിക്കാനാണ് വയോരത്ത് നിന്ന് കയറി വരുന്ന ശിമോനെ കൊണ്ട് ക്രൂശ് ചുമപ്പിക്കണം എന്നുള്ള താല്പര്യം വരുന്നത്. ഇനിയാണ് മറ്റൊരു കാര്യം, ശ്രദ്ധിക്കണം. ഈ ക്രൂശിലേക്ക് നിയോഗിതനായ വ്യക്തിയെ തലസ്ഥാനത്ത് കൊണ്ടുവന്നിട്ട് കയ്യിലെ കെട്ടഴിക്കണം. എന്നിട്ട് അപ്പോത്തിക്കരി എന്നറിയപ്പെടുന്ന വൈദ്യൻ അയാളുടെ അരികിൽ വന്ന് നാഡി പരിശോധിക്കണം. നാഡീഞരമ്പുകൾ 8-10 മിനിറ്റ് എടുത്ത് പരിശോധിച്ച ശേഷം ആണിയടിക്കാനുള്ളൊരു സ്പോട്ട് കരിയോയിൽ കൊണ്ട് അടയാളപ്പെടുത്തണം, ഒരു കറുത്ത മഷിക്ക് അടയാളപ്പെടുത്തണം. അത് കൈയുടെ ഈ റിസ്റ്റ് എന്ന് പറയുന്ന സ്ഥലത്താണ്. മലയാളത്തിൽ ഈ സ്ഥലത്തിന് മണിബന്ധം എന്ന് പേര് പറയും. എന്തിനാണ് ഇവിടെ അടിക്കുന്നതെന്നറിയണ്ടേ?
ഈ സ്ഥലത്ത് ആണിയടിച്ചെങ്കിൽ ആ ശരീരം ക്രൂശിലിങ്ങനെ തൂങ്ങിക്കിടക്കൂ. കൈവെള്ളയിലാണ് ആണിയെങ്കിൽ ശരീരത്തിൻ്റെ കനം നിമിത്തം ഊർന്നു പോരാൻ സാധ്യത കൂടുതൽ. മറ്റു ചില കാരണങ്ങൾ കൂടിയുണ്ട്. ഈ ശിക്ഷണ രീതി ഏറ്റവും ഭീകരമായി കുറ്റവാളിക്ക് അനുഭവപ്പെടാൻ നാഡീ ഞരമ്പുകൾ മുഴുവൻ സ്തംഭിപ്പിക്കത്തക്ക വിധത്തിൽ സകല ഞരമ്പ് കെട്ടുകളും വന്നുകൂടുന്ന ഭാഗത്ത് കൃത്യം ആണിയടിക്കണം. ആണി അടിക്കലല്ല, ചതുരവടിവുള്ള കൂർത്ത ആണി കുത്തി ഇറക്കിയ ശേഷം ഒന്ന് തിരിക്കും. ആ തിരിക്കുന്ന പോലും ആചാരസഹിതമാണ്. ഈ തിരിക്കുന്ന ഘട്ടത്തിലൊക്കെ കുറ്റവാളിക്കെതിരെ മുദ്രാവാക്യം മുഴക്കി റോമാ കൈസർക്ക് വേണ്ടി ജയഘോഷം മുഴക്കിക്കൊണ്ട് ഓ റോമാ കൈസർ നീ ജയിക്ക എന്ന് ആരവം മുഴക്കിക്കൊണ്ട് വേണം ഈ കൈ ഇങ്ങനെ തിരിക്കാൻ. അപ്പോഴേക്കും ചോര കുറേയൊക്കെ വാർന്ന് ചോര തളം കെട്ടിക്കിടക്കുന്ന ഒരന്തരീക്ഷം സംജാതമാകും. അല്പം കഴിഞ്ഞ് ചോരയില്ല, ഒരു തുള്ളി രക്തവും പുറത്തു വരാതെ നാഡീ ഞരമ്പുകൾ മുഴുവൻ സ്തംഭിച്ച് ഇയാളിൻ്റെ കാലും വലിച്ച് ക്രൂശോട് ചേർത്തടിച്ച് ക്രൂശിനെ പൂർത്തീകരിച്ച് കയർക്കെട്ടി കുഴിക്കുള്ളിലേക്ക് ഇറക്കും. അപ്പോഴും റോമാ ഗവൺമെൻറ്റിൻ്റെ ശിക്ഷണ നടപടിയും നീതിബോധത്തെയും പ്രകീർത്തിക്കുന്ന വിധത്തിലെ ഗാനങ്ങൾ പാടിക്കൊണ്ടോ മുദ്രാവാക്യം മുഴക്കിക്കൊണ്ടോ ആളുകൾ ഇതിനെ ഇങ്ങനെ പ്രകീർത്തിക്കും. കുറ്റം ചെയ്ത കുറ്റവാളിയുടെ ആ കുറ്റസംഗതി കൂടി ക്രൂശിൽ 3 ഭാഷകളിൽ എഴുതി തൂക്കും. ഇങ്ങനെ കിടക്കുന്ന മനുഷ്യന് പെട്ടെന്നൊന്നും മരണം കിട്ടില്ല. കാരണം അർത്ഥബോധാവസ്ഥയിൽ ഒരു കോമാ സ്റ്റേജിലേക്ക് എത്തും മനുഷ്യൻ. രക്തസംക്രമണം ഏതാണ്ടൊക്കെ നിലച്ചിട്ട് ശരീരത്തിന് ആവശ്യമായ ഓക്സിജന്റെ പ്രവാഹം നഷ്ടപ്പെട്ടിട്ട് സ്ഥിരാനരമ്പുകളിലേക്ക് പടർന്നു കയറേണ്ട പ്രാണവായു കിട്ടാതെ സ്തംഭിച്ചു കിടക്കുന്ന ഈ ശരീരത്തിലേക്ക് വൻതോതിൽ കാർബൺ ഡൈഓക്സൈഡ് ശേഖരിക്കപ്പെടും. ഈ ശരീരം കറുത്ത് കരിവാളിച്ച് ഒരു ഭീകര രൂപിയായി ആളവിടെ കിടക്കും. ഈ ഘട്ടത്തിൽ തുറന്ന കണ്ണ് അടയ്ക്കാനോ അടച്ച കണ്ണ് തുറക്കാനോ അത്ര എളുപ്പമല്ല. ഞരമ്പുകളുടെ സെൻസേഷൻ നഷ്ടപ്പെട്ടിട്ട് ക്രൂരമായ ആ ഘട്ടത്തിൽ പ്രാണികൾ അടുത്തു വരും. സ്വന്തം ശരീരത്തിലേക്ക് ഒരു പ്രാണി വരുമ്പോൾ ആട്ടിപ്പായിക്കാൻ കണ്ണടച്ചു പോലും പ്രതിഷേധിക്കാൻ കഴിയാത്ത വിധം ക്രൂരമാണ് ഈ ശിക്ഷ. കാക്കകൾ കൊത്തിപ്പറിക്കാൻ അടുത്തു വരും, കഴുകൻ പറന്നെടുത്തു വരും. ഭീകരവും മാരകവുമായ ശിക്ഷണ നടപടി ഈ രൂപത്തിൽ 7 ദിവസം വരെ ക്രൂശിൽ മരിക്കാതെ കോമാ സ്റ്റേജിൽ കിടന്നവരുടെ ചരിത്രം പ്രമുഖ റോമൻ ചരിത്രകാരനായ സ്ട്രാബോ എഴുതി വെക്കുന്നു. സ്ട്രാബോ പറയുന്നു, ഞാൻ കണ്ടതിൽ ഏറ്റവും കിരാതം, ഏറ്റവും ഭീകരം, ഏറ്റവും ക്രൂരം അതാണ് ക്രൂശുമരണം. ഈ ക്രൂശുമരണം കണ്ടിട്ട് അതിൻ്റെ ഉള്ളടക്കം അറിഞ്ഞിട്ട് തലേ ദിവസവും അവൻ കൊടുത്ത അപ്പം വാങ്ങി ഭക്ഷിച്ചവരടക്കം 10,000 കൂടുന്ന ജനാബലിയുടെ നാവിൽ നിന്നുയർന്ന ശബ്ദം, അവനെ ക്രൂശിക്കണം, അവനെ ക്രൂശിക്കണം, അവനെ ക്രൂശിക്കണം. ഇന്ന് രാത്രി തിരുവചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരുപറ്റം ആളുകൾക്ക് ഈ തേജസ്സിൻ്റെ ക്രിസ്തുവിനെ മനസ്സിലാക്കാതെ അവനെ ക്രൂശിക്കാൻ ഒരുമ്പെടുമ്പോൾ എനിക്ക് അസൂയ തോന്നുന്നൊരു വ്യക്തിത്വം ചരിത്രത്തിലുണ്ട്. അത് മറ്റാരുമല്ല, ഞാനേറെ ഇഷ്ടപ്പെടുന്ന ഒരു അപ്പോസ്തലൻ അന്ത്രയോസാണ്. എന്തുകൊണ്ട് എന്ന് പറയാം. യേശുവിനെ അനുഗമിച്ച ആദ്യത്തെ 2 ശിഷ്യന്മാരിൽ ഒരാളായിരുന്നു അന്ത്രയോസ്. 2 പേരിൽ ആദ്യത്തെ ആളിൻ്റെ പേര് നമുക്കറിയില്ല. അപ്പോൾ പേരുകൊണ്ട് ആദ്യത്തെ ആൾ അന്ത്രയോസാണ്. അദ്ദേഹം അതുവരെ സ്നാപക യോഹന്നാന്റെ ശിഷ്യനാണ്. സ്നാപകൻ പറഞ്ഞു, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. അപ്പോൾ അന്ത്രയോസിൻ്റെ ഭാവനയിൽ ഒരു മശിഹയുണ്ട്, അന്ത്രയോസിൻ്റെ ചിന്തയിൽ ഒരു രക്ഷകനുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ വിഭിന്നനായി എന്നെയും നിങ്ങളെയും പോലെ ഒരു സാധാരണ മനുഷ്യൻ അതുവഴി നടന്നു വരുന്നത് അന്ത്രയോസും കണ്ടു. പിറ്റന്നാൾ യേശു തൻ്റെ അരികിലൂടെ പോകുന്നത് കണ്ട് സ്നാപകൻ ആവർത്തിച്ചു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അന്ത്രയോസ് അടുത്ത് എന്ന് ചോദിച്ചു,
ഗുരു, നീ എവിടെ പാർക്കുന്നു? നമ്മളൊരു കോണ്ടാക്റ്റ് കിട്ടിയതാണല്ലോ എന്നോർത്ത് നമ്പറൊക്കെ കൊടുക്കും, വിസിറ്റിംഗ് കാർഡ് കൊടുക്കും. പക്ഷേ യേശുവിൻ്റെ ആ പ്രതികരണം അത്ര സുഖമായി തോന്നുന്നില്ല. എന്താണെന്നറിയണ്ടേ? വന്ന് കാൺമീൻ. അതിൻ്റെ അർത്ഥം നീ ആദ്യത്തെ ക്രിസ്ത്യാനിയാ. ത്യാഗം സഹിച്ചൻ്റെ പാതയിലൂടെ എന്നെ വന്ന് കാണാൻ, എവിടെയെന്ന് തിരിച്ചറിയാൻ ഗൂഗിൾ മാപ്പൊന്നുമില്ലാത്ത കാലത്തെ നിനക്കൊരു മനസ്സുണ്ടെങ്കിൽ ഒന്നുറപ്പാ, നിൻ്റെ പേരിൻ്റെ ആ ശക്തി, നിൻ്റെ നിയോഗത്തിൻ്റെ പിന്നിലെ ലക്ഷ്യം, അതിനെ ഉന്മൂലനം ചെയ്യാൻ ആർക്കും കഴിയാത്തൊരു ചരിത്രം ഞാൻ നിനക്കുണ്ടാക്കിത്തരും. വർഷങ്ങൾക്കപ്പുറത്ത് ഈ ദേശത്ത് നിന്ന് ഏകരായ യേശുവിനെ പ്രസംഗിക്കാൻ ഇറങ്ങിത്തിരിച്ച ആളുകൾ ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്കൊരു ചരിത്രമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ആ ചരിത്രത്തിൻ്റെ മറുവശത്ത് ഞാനും നിങ്ങളും നിന്നുകൊണ്ട് ക്രിസ്ത്യാനിത്വത്തിൻ്റെ അന്തസ്സും ആഭിജാത്യം ഉയർത്തിപ്പിടിക്കുമ്പോൾ, ഇറങ്ങിത്തിരിക്കുമ്പോൾ, അന്ത്രയോസ് എന്ന മനുഷ്യൻ ഒറ്റയ്ക്കാണെങ്കിൽ കോടിക്കണക്കിന് ക്രൈസ്തവൻ ഓരോ ദിവസവും ഉലകത്ത് ഉൽപ്പാദിതമാകുമ്പോൾ അന്ത്രയോസിന് പറയാൻ സാധിക്കും, ഞാൻ 3 പേരെ തിരഞ്ഞെടുത്ത ആ പ്രധാനികൾക്കൊപ്പമില്ല, പേരും പെരുമയുമുള്ള പൗലോസിനെ പോലില്ല. ആദ്യ ശിഷ്യൻ എന്നുള്ള പേരെനിക്കുണ്ട്, പക്ഷേ ആർക്കും വെട്ടിമാറ്റാനാവാത്ത ഒരു പ്രത്യേകത, ക്രിസ്ത്യാനിത്വത്തിൻ്റെ ആദ്യത്തെ ചുവടുവെപ്പ് ഈ സാധുവായ ഞാനായിരുന്നു. ഇതല്ലേ നമ്മുടെ എല്ലാം പ്രശംസ, നമ്മുടെ എല്ലാം സന്തോഷത. ഇനി മറ്റൊരു കാര്യമുണ്ട് പ്രിയപ്പെട്ടവരെ. ഈ അന്ത്രയോസിനെ ഞാൻ ബഹുമാനിക്കാൻ കാരണം, അന്ത്രയോസ് ഇറങ്ങിത്തിരിക്കും കാലത്ത് യേശു ഒരത്ഭുതവും ചെയ്തിട്ടില്ല. അന്ത്രയോസ് ഇറങ്ങിത്തിരിക്കും കാലത്ത് യേശു കടലിൽ മീതെ നടന്നിട്ടില്ല. 5 അപ്പം കൊണ്ട് 5000 പോഷിപ്പിച്ചിട്ടില്ല. ലാസറിനെ ഉയർപ്പിച്ചിട്ടില്ല. എന്തിന് ശ്രദ്ധേയമായ ഒരു പ്രസംഗം പോലും പറഞ്ഞിട്ടില്ല. ഇതൊന്നും ചെയ്യാത്തവനെ കണ്ടിട്ടേ, ഇതൊന്നും പ്രവർത്തിക്കാത്തവനെ കണ്ടിട്ടേ, ഒരു പരിചയപ്പെടുത്തലിൻ്റെ മാത്രം വെളിച്ചത്തിൽ ഒറ്റയ്ക്കൊരു മനുഷ്യൻ നടന്നു നീങ്ങി അവനെ തിരിച്ചറിഞ്ഞിട്ട് വീട്ടിൽ വന്ന് സ്വന്തം സഹോദരനെ കണ്ടിട്ട് മൊഴിയുന്നതാ ചരിത്രത്തിലെ ആദ്യത്തെ സാക്ഷ്യം. ആ സാക്ഷ്യത്തിന്റെ തുടർച്ചയാ ഇന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് ഇവിടെ തുറന്നുകൊണ്ടിരിക്കുന്നത്. ഒറ്റക്കവൻ വിളിച്ചു പറയുമ്പോൾ കൂടെ ആരുമില്ലായിരുന്നു. ഇന്ന് ലോകത്തേറ്റവും അധികം ഉയർന്നു കേൾക്കുന്ന ശബ്ദം അവനത്രേ ഉലകത്തിന്റെ രക്ഷകൻ എന്ന സുവിശേഷത്തിന്റെ നിതാന്ത സത്യമാണ്. ആ സത്യം ആവർത്തിച്ചുറപ്പിച്ച് നമുക്ക് ഈ ഗ്രാമത്തോട് പ്രസ്താവിക്കാം. മറ്റൊരുത്തലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമം നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമം. ഹല്ലേലൂയ. അപ്പോൾ അന്ത്രയോസ് വീട്ടിൽ വന്ന് പറയുന്ന വാക്കിൻ്റെ ആഭിജാത്യം എന്നെ അത്ഭുതപ്പെടുത്തി. എന്താ അത്? അദ്ദേഹത്തിൻ്റെ അനിയൻ പത്രോസാ. ആളൊരൽപ്പം ദ്രുതഗതിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ പല പരിപാടിയും കോമഡി പോലെ നമുക്ക് തോന്നും. കോമഡി അല്ല, കാണുന്നവൻ അങ്ങനെ തോന്നും. അങ്ങനെയാണ്, അത്ര ഏർപ്പാടാണ്. ഞാൻ സ്വർഗത്തിലെത്തിയാലും ഈ പത്രോസിനെ കണ്ടുമ്പോൾ ചിരിച്ചു പോകുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. പൗലോസിനെ കാണുമ്പോൾ ഒരു ബഹുമാനം, നമുക്ക് കാണാൻ ആഗ്രഹമുള്ള ചില ആളുകളല്ലേ അതൊക്കെ. അങ്ങനെയാണ്. കാരണം അങ്ങനെ ഒരു അനുഭവം എഴുതിയിരിക്കുക. രാത്രി കർത്താവ് വരുന്നു എന്നറിഞ്ഞ് അങ്കി അരയിൽ ചുറ്റി കർത്താവാന്നറിഞ്ഞ് വെള്ളത്തിൽ ചാടി. അങ്ങനെയല്ലേ? ഞാനിത് വായിച്ചിട്ട് ഇദ്ദേഹത്തിൻ്റെ അറിവ് കുറവായി. നമ്മൾ മലയാളികളാണ് ആ പണി ചെയ്യും. ഒന്നിൽ അങ്കി അരയിൽ ചുറ്റി അവിടെ തന്നെ നീക്കും. അങ്ങനെയാണ് ഇപ്പോഴത്തെ ഭാഷണമെന്ന് പറയും. ലേറ്റസ്റ്റാണ്. അങ്കി ഞങ്ങളിങ്ങനെ ഈ നാട്ടിൽ ഉടുക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രശ്നം തീർന്നു. അതല്ലെങ്കിൽ അങ്കി അവിടെ വെച്ചിട്ട് വെള്ളത്തിലങ്ങ് ചാടി എന്നിട്ട് പതഞ്ഞ് നിന്നാൽ മതി. നമ്മളാണെങ്കിൽ ചോദിക്കും, കർത്താവേ എന്തുകൊണ്ട് വിശേഷമൊക്കെ, എവിടെ ഇപ്പം പ്രവർത്തനമൊക്കെ എവിടെയാണ്, കാണാൻ കേട്ടോ. നമ്മളങ്ങനെ ഈ രാജുപാസ്റ്റൊക്കെ ഭയങ്കര നീന്തൽ വിദഗ്ധരായിരുന്നു ചെറുപ്പത്തിൽ. അടുത്തൊരു ആറുണ്ട്, നീന്തും പരിപാടിയെല്ലാം അറിയാം. അതുകൊണ്ട് മലയാളികളുടെ ഒരു പൊതു പരിപാടിയാണ്, യേശു ഇങ്ങനെ വന്ന് നിൽക്കുന്നു, ആ സമയത്ത് ഊളിയിട്ട് മാറിയാൽ മതി. യേശു പോയി കഴിഞ്ഞ് മര്യാദയ്ക്ക് വന്നാൽ മതി. ഇതേ ഇയാൾ അങ്കി അങ്ങേരുടെ തന്നെ അങ്കിയാണോ എന്നറിയില്ല, കിട്ടിയ ഒരു അങ്കി അരയിൽ ചുറ്റി വെള്ളത്തിൽ ചാടി നാട്ടുകാരെല്ലാം അറിയുകയും കൂടെ ചെയ്തു. ഇതിപ്പോൾ നിങ്ങളോട് അറിഞ്ഞു. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ഈ പുള്ളിയെ കാണുമ്പോൾ ഇനിയും നിങ്ങൾക്കും ചിരി വരും. ഈ അച്ഛനായിരുന്നു ആ അച്ഛൻ എന്ന് ഓർക്കുമ്പോൾ നമുക്കൊരു ചിരി വരുമെന്ന്. അതാണ് പത്രോസ്. ഈ മനുഷ്യൻ്റെ അടുത്ത് എന്ന് ജ്യേഷ്ഠനായ അന്ത്രയോസ് പറഞ്ഞു, കുഞ്ഞേ ഇങ്ങോട്ടൊന്ന് വന്നേ. ചേട്ടൻ്റെ മുഖവും ആ മുഖത്തെ
സന്തോഷമൊക്കെ കണ്ടപ്പോൾ അനിങ്ങനൊരാകാംക്ഷ, കഷ്ടതയും പട്ടിണിയും കൊണ്ട് നട്ടം തിരിയുന്ന ആ വീട്ടിൻ്റെ ആകപ്പാടെ ആശ്വാസം, മഷികയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ. അവിടെ ചെന്നിട്ട് പറയുന്നൊരു കാര്യത്തിൻ്റെ അന്തസ്സ് എന്നെ അത്ഭുതപ്പെടുത്തി. ന്യായപ്രമാണം പഠിച്ച ശാസ്ത്രിമാരുണ്ട്, അവരെക്കുറിച്ച് ഒരു വാക്ക് പറഞ്ഞെങ്കിൽ ഈ വാക്കിൻ്റെ പവർ നിങ്ങൾക്ക് പിടികിട്ടു. ആരാ ഒരു ശാസ്ത്രി? പറയാൻ എളുപ്പമാണ്. ഇത് ലൈസൻസ്ഡ് കോപ്പി റൈറ്റേഴ്സാണ്. അതായത് ബൈബിളിൻ്റെ പ്രതി കോപ്പി എഴുതിയെടുക്കാൻ അധികാരമുള്ളവൻ്റെ പേരാണ് ശാസ്ത്രി. നമുക്കൊന്നും എഴുതാൻ പറ്റില്ല. എന്നാൽ ഞങ്ങൾ സംവാദങ്ങളിലൊക്കെ പറയാറുണ്ട് ബൈബിള് തിരുത്താൻ പറ്റില്ല എന്ന്. ആരെ നോക്കിയാലും പറ്റില്ല. അതിൻ്റെ കാരണം 17 നിബന്ധനകൾ പാലിച്ചാണ് ഒരു ബൈബിളിൻ്റെ പ്രതി എഴുതിയെടുക്കുന്നത്. പ്രിൻറ്റിംഗ് ഒന്നും ഇല്ലാത്ത കാലത്തെ നമ്മൾ നോക്കിയിരുന്നാൽ നടക്കുകയല്ലേ. ഇപ്പോഴാണ് നമ്മൾ പണിയില്ലാത്ത ഒത്തിരി ആളുകൾ ഈ നാട്ടിലിങ്ങനെ കൂടിയിരുന്നുകൊണ്ട് കുട്ടപ്പൻ ബൈബിൾ, തങ്കച്ചൻ ബൈബിൾ, മാത്തുക്കുട്ടി ബൈബിൾ എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി അടുത്ത കാലത്താണ്. മനസ്സിലായില്ലേ? എല്ലാം സായിപ്പ് എഴുതിയതിന് തലതിരിച്ചിട്ടേച്ച് പറയാ തങ്കച്ചൻ ബൈബിൾ, ഈലാമ ബൈബിൾ. ഇതൊക്കെ അടുത്ത കാലത്തെ സംഭവങ്ങളാണ്. മക്കാർദറും ഡെയ്സും ഒക്കെ നല്ലപോലെ വർക്ക് ചെയ്തവരാ. അതങ്ങ് പോട്ടെ, അവരതിന് അർഹരല്ലേ. അതിൻ്റെ ആ പഞ്ചായത്ത് വഴി പോലും പോകാതെ നമ്മൾ പേരിട്ടിരിക്കുകയാണ് കുട്ടപ്പൻ ബൈബിളെന്ന്. അവിടെ നിൽക്കട്ടെ. പക്ഷേ ശാസ്ത്രിമാരെങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടോ? എഴുത്ത് ഫലകം മൃഗങ്ങളുടെ തോലാണ്, മൃഗങ്ങളുടെ തോലിലാണ് എഴുതുന്നത്. ഇപ്പോൾ തന്നെ ഒരു ബൈബിളിനെ പറ്റി ഇന്ന് നമ്മൾ കേട്ടല്ലോ, പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നു. കോടികൾ അത് ലേലം വച്ചിരിക്കുന്നു. 10-ാം നൂറ്റാണ്ടിലെ കൈയെഴുത്ത് പ്രതി കിട്ടിയിരുന്നു തുകലിൽ എഴുതുന്നത് മൃഗങ്ങളുടെ തോലിൽ. ഞാൻ മൃഗങ്ങളുടെ തോലിലാണ് ഇത് എഴുതുന്നത്. എൻ്റെ മോൻ ഓർത്തു ജീവനുള്ള മൃഗത്തിൻ്റെ തോലിൽ എഴുതി അങ്ങ് വിടുകയാണ്. അമ്മ പറഞ്ഞാൽ അത് എളുപ്പമാണല്ലോ. എന്തുവാ ഈ ആടിനെല്ലാം കെട്ടിയിട്ട് മത്തായുടെ സുവിശേഷം ഇവിടെ വരാൻ പറയുമ്പോൾ ഒരാടിഞ്ഞ് വരുന്നു. എന്താടിനെ വേണമെന്ന് മർക്കോസിൻ്റെ സുവിശേഷം ഇവിടെ വാന്ന് പറയുമ്പോൾ മർക്കോസ് വരുന്നു. നമ്മളത് വായിച്ചേച്ച് അതിനെ അങ്ങ് വിടുന്നു. അത് തീറ്റി തിന്നാൻ പോകുന്നു. അങ്ങനെ പുള്ളി ധരിച്ച് മൃഗങ്ങളുടെ തോല് സംസ്കരിച്ചെടുത്ത് നമ്മൾ ഡ്രമ്മിന് മാടുന്ന പോലെ അതിലെഴുതുന്ന പാപ്പിറസൊക്കെ ഉണ്ട്. ഇതിൻ്റെ ഈ ഷീറ്റ് ഉണ്ടാക്കുന്നത് തന്നെ ആചാരാധിഷ്ഠിതമായിട്ട് വേണം. ഇങ്ങനെ എഴുതാനിരിക്കുമ്പോൾ 17 വ്യവസ്ഥകൾ, അതിൽ 1-2 പറയുമ്പോൾ അതിൻ്റെ കാഠിന്യം മനസ്സിലാവും. ശാസ്ത്രി മനപ്പാഠം പഠിച്ച ഭാഗം പോലും മനസ്സിൽ നിന്ന് ഓർത്തെഴുതാൻ പാടില്ല. തൊട്ടു മുമ്പിലൊരു മാസ്റ്റർ കോപ്പി വെച്ചിട്ട് അതിൽ നോക്കി വേണം എഴുതാൻ. ഉദാഹരണം, കർത്താവേ യഹോവേ നീ തലമുറയായി ഞങ്ങളുടെ സംഗീതമായിരിക്കുന്നു എന്നെഴുതണം. 90 സങ്കീർത്തനം. പുള്ളിക്ക് ഇതറിയാം. അങ്ങോട്ട് നോക്കിയിട്ട് എഴുതാൻ പാടില്ല. മനസ്സിലായോ? പുള്ളി ഓർമ്മയെന്ന് എഴുതരുത്, അങ്ങോട്ട് നോക്കി എഴുതണം. ഞാനിടയ്ക്ക് ഒരു പാസ്റ്ററുടെ കല്യാണം നടത്തി. പാസ്റ്ററുടെ കല്യാണം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചു പോയതാണ്. ലീഗലി പെർമിറ്റഡായൊരു വിവാഹമാണ്. അദ്ദേഹത്തിന് ഈ ശുശ്രൂഷയെല്ലാം നമ്മളെക്കാൾ അറിയാം. ഞാനീ കൈ പിടിച്ചങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞ് മത്തായിക്കുട്ടിയാകുന്ന ഞാൻ എന്ന് പറയും, ബാക്കി മൊത്തം പുള്ളി അങ്ങ് പറഞ്ഞു. കാരണം പുള്ളി ഇതെത്ര നടത്തി ഇനി ക്ഷമ കിട്ടാഞ്ഞിട്ടാണോ ആകാംക്ഷ കൊണ്ടാണോ പിന്നെ ഇതെന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പിന്നെ അന്നേരം ഒരു പരിജ്ഞാനമൊക്കെ കിട്ടിയതുകൊണ്ട് ഒരു വിധത്തിൽ അത് കൈകാര്യം ചെയ്തു. എന്ന് പറഞ്ഞാൽ ഓർമ്മയെന്ന് ചെയ്യാൻ പാടില്ല. ഈ കാര്യം ഓർമ്മയെന്ന് ചെയ്യാൻ പാടില്ല. എന്തിന് ഇത്രയും പറയുന്നു? പണ്ടിതുപോലെ നല്ല വിശ്വാസത്തിൽ നിന്നൊരു മനുഷ്യൻ ഭൂതം പിടിച്ചപ്പോൾ ഇതിനെ ഇങ്ങനെ സത്യം ചെയ്യിച്ച് വിടുന്ന പരിപാടി വന്നപ്പോഴേക്ക് ഇതിനറിയാം ഈ സത്യം ചെയ്തു പോകാൻ. പാശ തുടക്കം ഇട്ടപ്പോഴേ ബാക്കി എല്ലാം പറഞ്ഞ് ചതങ്ങ് പോയി. കാരണം ശീലം കൊണ്ട് ഇത് പഠിച്ചു. ഇത് പറ്റില്ല ട്രാൻസ്ലേഷനില്ല, കോപ്പി എടുക്കുകയാണ്. മാസ്റ്റർ കോപ്പിയിലേക്ക് നോക്കി അതുവഴി തന്നെ എഴുതണം. അനാവശ്യമായി പോലും ഒരു കുത്തും കോമയും വരാൻ പാടില്ല. ഇനിയൊരു കാര്യമുണ്ട്. ഈ എഴുതും വഴിക്ക് ഒരു ലൈനിൽ നേരെ 13 അക്ഷരങ്ങളും ഇങ്ങോട്ടാണ് എഴുതുന്നത്. പഴയ നിയമം 13 അക്ഷരത്തിൽ കൂടുതൽ വരരുത്. ഈ വഴിക്ക് താഴേക്ക് പോയാൽ ഇങ്ങനെ 30 അക്ഷരങ്ങൾ താഴേക്ക് 60 അക്ഷരങ്ങളിൽ കൂടുതൽ വരരുത്. ഇങ്ങനെ താഴെയാകാം. ഏതാണ്ട് ഹൊറിസോണ്ടലായി 30 അക്ഷരങ്ങൾ, താഴേക്ക് 60 അക്ഷരങ്ങളിൽ കൂടുതൽ ഒരു പേജിൽ വരരുത്. അടുത്തത് 2 അക്ഷരങ്ങൾ തമ്മിലൊരു തലനാരിഴയുടെയെങ്കിലും അകലം വേണം, മുട്ടിക്കിടക്കരുത്. കണ്ണിക തിരിക്കുമ്പോഴ 13 അക്ഷരങ്ങളുടെ അകലം കണ്ണികകൾ തമ്മിലുണ്ടായിരിക്കണം. ഇനി പ്രത്യേകം ആചാരപുരസരം തയ്യാറാക്കിയ കറുത്ത മഷിയിലെ എഴുതാവൂ. ദൈവത്തിൻ്റെ പേരെഴുതുമ്പോൾ
വെർജിൻ പെന്ന് കൊണ്ട് എഴുതരുത്, പുതിയ പേന എടുക്കരുത്. വളരെ പൗരാണികമായ പേന കൊണ്ട് അത് എഴുതാൻ തന്നെ പേന മാറ്റി വെച്ചിരിക്കണം. അതുകൊണ്ട് അതേ എഴുതാവൂ. എലോഹീം, യാഹ്വേ, അദോനായ്, ഈ പദങ്ങൾ എഴുതാൻ പ്രത്യേകം എഴുത്തുകോല് വേണം. ഇനിയാണ് പ്രധാനപ്പെട്ടൊരു കാര്യം. എഴുതും വഴിക്ക് എഴുത്ത് സ്ഥലം രാജാവ് സന്ദർശിക്കുന്നു എന്ന് വെക്കുക. ബഹളം കേൾക്കുന്നു, രാജകോലാഹലം കേൾക്കുന്നു. ആ സമയത്ത് തലയുയർത്തി നോൽക്കാനോ ഈ ശബ്ദം ശ്രദ്ധിക്കാനോ പാടില്ല. ഇവിടെ ഇരിക്കണം. മനസ്സിലായില്ലേ? നമ്മളാ ഒരു ശവടക്കോ പരിപാടി വരുമ്പോൾ മന്ത്രിക്ക് മുന്തിരി മേടിക്കുന്ന വന്നാൽ ആദ്യം എഴുന്നേറ്റ് അവിടെ നിന്ന് മാറും. എന്തിനാന്നൊരു പിടിയില്ല. മനസ്സിലായില്ലേ? മിക്ക കക്ഷികളും ഇവർ ഈ ശവസംസ്കാരത്തിനൊക്കെ വന്നൊരു ഷോ ഉണ്ട്. ആ പരിപാടി നമ്മളുടെ ആ പീക്ക് അവറിലാണ് ഇവർ കയറി വരുന്നത്. മനസ്സിലായോ? ഞാനത് മൈൻഡ് ചെയ്യല. സാർ അവിടെ ഇരുന്നോണം, കണ്ടോണം, പോക്കോണം. എനിക്ക് 24 മണിക്കൂർ, നിങ്ങൾക്ക് 24 മണിക്കൂർ എല്ലാവർക്കും ഉള്ളൂ. അല്ലേ ഇന്നലെ വരണമായിരുന്നു. ദൈവദാസന്മാർ ശുശ്രൂഷിക്കാൻ നിന്നാൽ കളക്ടർ വന്നാലും എണ്ണീക്കരുത്. പിന്നെ അവിടെ നിന്ന് മാറില്ല, അത് തീർക്കണം. സന്തോഷമില്ലേ നിങ്ങൾക്ക്? അങ്ങനെയാണ്. പഠിക്കണമല്ലോ. ഇവിടെ വന്ന് ഈ അഹങ്കാരം നടക്കുമെന്നുള്ള ബോധം മാറണമല്ലോ. 2-3 ക്ലാസ് ആകുമ്പോൾ അങ്ങ് നടക്കും. ഇതേ ഈ പരിഭാഷക്കിടയ്ക്ക് മഹാരാജാവ് വന്നാൽ അഭിവാദ്യം പറയുകയോ അദ്ദേഹം അഭിവാദ്യം ചെയ്താൽ പ്രത്യാഭിവാദ്യം പറയുകയോ ചെയ്യരുത്. കാരണം രാജാതിരാജാവിൻ്റെ ശുശ്രൂഷ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന്. വ്യക്തത വന്നോ? ഇങ്ങനെയായി പുസ്തകം. ഇതിലേതെങ്കിലും ഒന്ന് തെറ്റിപ്പോയാൽ തനിക്ക് തെറ്റി എന്ന് ക്ഷമാപുരസരം ഉയരത്തിലേക്ക് നോക്കി പറയണം. എന്നിട്ട് ഈ പേപ്പർ മാറ്റി വെക്കണം. ഇതെടുത്തുകൊണ്ട് പോകാൻ ആളുണ്ട്. അവർ സിനഗോഗിൻ്റെ പിന്നിൽ ഗനീസ എന്നറിയപ്പെടുന്ന ഒരൽമാരക്കുള്ളിൽ നിക്ഷേപിക്കണം. അൽമാര നിറഞ്ഞു കഴിയുമ്പോൾ ആചാരപുരസരം ഇവ പുറത്തു കൊണ്ടുവന്ന് ശവം സംസ്കരിക്കും പോലെ കുഴിയെടുത്ത് അടക്കുകയോ കത്തിച്ച് ചാമ്പലാക്കുകയോ ചെയ്യണം. ഇങ്ങനെ ചെയ്യുന്ന സംഗതി അത്. അപ്പം ഇങ്ങനെ നിരന്തരം വായിച്ച് ശാസ്ത്രിമാർക്ക് നല്ല പിടിയ. ഏത് വാക്യം എവിടെ, ഏത് വാക്യം എങ്ങനെ, എപ്പോഴാ വാക്യം എങ്ങനെ എഴുതണം, അക്ഷരങ്ങൾക്ക് ചെരുവ് പാടില്ല, മറിവ് പാടില്ല. ഇങ്ങനെ പഠിച്ചു വച്ചിരിക്കുന്ന ശാസ്ത്രിമാർ ക്രിസ്തു എവിടെ ജനിക്കും ഇത്യാദി ചോദ്യങ്ങളുമായി എന്നും സംവാദത്തിലേർപ്പെട്ടുകൊണ്ടിരിക്കുക. അവർ ക്രിസ്തുവിൻ്റെ ലക്ഷണങ്ങളെപ്പറ്റി, ക്രിസ്തുവിനെപ്പറ്റി 100 സംഭവങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഒരിക്കലും ഈ പുസ്തകം വായിക്കാൻ കേട്ടറിവ് മാത്രമുള്ള പ്രാപ്തി കിട്ടാത്ത ഒരു പാവപ്പെട്ടവൻ അനുജനെ വിളിച്ചിട്ട് പറയാ, മോനെ, ന്യായപ്രമാണവും പ്രവാചകന്മാരും പറയുന്നവനെ ഞാൻ കണ്ടെത്തി. ഹൃദയം നിറഞ്ഞ ഈ വാക്കിന് മുമ്പിൽ അനിയൻ അമ്പരം ഓടി വന്നു. എന്തായി പറയുന്നത്? ന്യായപ്രമാണവും പ്രവാചകന്മാരും പറയുന്നവനെ കണ്ടെത്താൻ ഈ മനുഷ്യന് കഴിഞ്ഞതെങ്ങനാ? ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ആ ഹൃദയശുദ്ധിയോടെ ആരും രാത്രി ദൈവശബ്ദം കേൾക്കാൻ കാത്തിരിക്കുന്നു. ഒരു കാര്യം ഉറപ്പ്, അവർ ദൈവത്തെ കാണും. ഈ ശബ്ദത്തിലൂടെ ദൈവത്തെ കാണും. ആ ദൈവ സാന്നിധ്യം തിരിച്ചറിയും. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ. അപ്പം ന്യായപ്രമാണ പണ്ഡിതന് കഴിയാത്തത് ഈ പാവം മനുഷ്യന് കഴിഞ്ഞു. യേശുവാകട്ടെ ഈ 3 പേരെ തിരഞ്ഞെടുത്തപ്പോൾ ആ ഗ്രൂപ്പിലെടുത്തുമില്ല. നമ്മളാണെ അന്ന് തന്നെ പോയിട്ട് ഗിൽഗാൽ എന്ന് പറഞ്ഞ് വേറൊരു പ്രസ്ഥാനം തുടങ്ങും. എൻ്റെ നിന്ന മാറ്റിയെന്ന് പറഞ്ഞു. ആദ്യം വന്ന ഞാനാന്നൊരു ഇതുണ്ടല്ലോ, അതുകൊണ്ട് എന്നെ എടുക്കണമല്ലോ, അതാണല്ലോ എൻ്റെ റൈറ്റ്. പക്ഷേ എത്ര പേരെ എടുത്താലും അന്ത്രോസിനകത്ത് കോംപ്ലക്സ് ഒന്നും ഇല്ലെന്നേ. അതെന്താ ഇല്ലാത്തേ? അന്ത്രോസ് പ്രസംഗിക്കുന്ന യേശുവിൻ്റെ മഹത്വം അദ്ദേഹത്തിന് അറിയാം. ഹല്ലേലൂയ. ചില കാര്യത്തിൽ തന്നെക്കാൾ കൊള്ളാവുന്നത് പത്രോസാണെന്നറിയാം. പത്രോസ് വളരുന്നതിൽ അസൂയയില്ലാത്ത ഹൃദയവിശാലതയുടെ അന്ത്രയോസ്. ഒരു മറ്റ ആളുകൾ ശമര്യക്കാരൊരിക്കൽ യേശുവിനെ കേൾക്കാൻ വന്നു. എന്താ നിങ്ങൾക്ക് വേണ്ടത്? യേശുവിനെ കേൾക്കണം, വാ. അവരെ അടുത്ത് വിളിച്ചിരുത്തി. പത്രോസിനെ വിളിച്ചിട്ട് പറയുക, നീ പ്രസംഗിക്കാൻ. എന്തേ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്തില്ല? അവനൊരു കാര്യം പഠിച്ചു യോഹന്നാനിൽ നിന്ന്. യേശുവിനെ നോക്കി യോഹന്നാൻ പറഞ്ഞു, അങ്ങ് വളരേണം, ഞാനോ കുറയണം. കുറയാൻ കിട്ടുന്ന അവസരങ്ങൾ ഒട്ടും കളയാതെ യേശുവിനെ മഹത്വപ്പെടുത്തുന്ന ഒരു വലിയ മനുഷ്യൻ അന്ത്രയോസിൽ
നമുക്ക് കാണാം. 5 അപ്പവും 2 മീനും കൊണ്ട് ഒരു ബാലനെ കൊണ്ട് യേശുവിന്റെ മുമ്പിൽ നിർത്തിയിട്ട് അന്ത്രയോസ് പറയുക, ഇവന്റെ പക്കലുണ്ട് ഗുരോ, അവനെ ഉപയോഗിക്കുക. ആത്മാക്കളെ യേശുവിൻ്റെ അരികിലേക്ക് കൊണ്ടുവന്ന് വേണ്ടപ്പെട്ടവരെ കൊണ്ട് യേശുവിൻ്റെ പാദാന്തിയെ കൊടുത്തിട്ട് ഉപയോഗിക്കാൻ പറയുന്ന അന്ത്രയോസ് എന്ന മനുഷ്യൻ വലിയ ദാർശനികനായിരുന്നു, വലിയ കാഴ്ചപ്പാടിൻ്റെ ഉടമ. ഇനി നമുക്ക് ക്രൂശിലേക്ക് തിരിച്ചു വരണം. അതിൻ്റെ രത്നച്ചുരുക്കം ഇത്രയും കൂടി പറയട്ടെ. പഴയ നിയമത്തിൽ ക്രൂശെന്നൊരു പദമില്ല. ക്രൂശിക്കൽ യഹൂദ ശിക്ഷണ രീതിയുമല്ല. ഫിനീഷ്യർ എന്നറിയപ്പെടുന്ന ഫൊയിനിക്ക എന്നൊക്കെ നമ്മൾ മലയാളത്തിൽ വായിക്കുന്ന ഒരു സമൂഹം ക്രിസ്തുവിന് 300 കൊല്ലം മുമ്പ് ആരംഭിച്ച ശിക്ഷണ രീതിയാണ് ക്രൂശ് മരണം. ഫിനീഷ്യരിൽ നിന്ന് ഈ രീതി പേർഷ്യക്കാരിൽ നിന്ന് ഈ രീതി അലക്സാണ്ടറുടെ ഗ്രീക്ക് സാമ്രാജ്യവും പിന്നെ റോമൻ സാമ്രാജ്യവും പകർത്തി. റോമിൽ ഇത് സർവ്വസാധാരണമായി മാറി. റോമിൽ സർവ്വസാധാരണമാക്കി മാറ്റിയ ആ ക്രൂശീകരണത്തിൻ്റെ മറ്റൊരു തലം കൂടി പറഞ്ഞ് വിഷയത്തിലേക്ക് വരാം. ക്രൂശിച്ച മനുഷ്യനെ ഒരു കാരണവശാലും ക്രൂശിൽ നിന്ന് നിലത്തിറക്കി കിടത്താൻ പാടില്ല. നിയമമാണ്. യേശുവിൻ്റെ കാര്യത്തിൽ ഇതൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ക്രൂശിച്ച മനുഷ്യനെ ഒരു കാരണവശാലും നദിയിലൊഴുക്കി ആ ശവശരീരം നശിപ്പിക്കാൻ പാടില്ല. ക്രൂശിച്ച മനുഷ്യനെ ഒരു കാരണവശാലും തീയിൽ കത്തിക്കാൻ പാടില്ല. കാരണം ഈ 3 ശക്തികൾ റോമക്കാരുടെ ആരാധ്യ ശക്തികളാണ്. അഗ്നി അവർക്ക് ദേവൻ, ഭൂമി അവർക്ക് ദേവൻ, അതുപോലെ നദി ദേവത. ഹതഭാഗ്യനായ ഈ കുറ്റവാളിയുടെ ശരീരം ക്രൂശിൽ തന്നെ കിടക്കണം. ആകാശത്തിലെ പറവകൾ കൊത്തിവലിക്കണം. ഈ ശരീരം അങ്ങനെ നഷ്ടപ്പെടണം. ഞാനത് അടുത്ത പോയിന്റ് സംസാരിക്കുമ്പോൾ കാര്യമായി പറയാം, അതിനാവശ്യമുണ്ട്. മറ്റൊന്നുകൂടി, ആരെയാണ് ക്രൂശിക്കുന്നത് അത് പറഞ്ഞില്ല. പുരാതന റോമിൽ 2 തരം ആളുകളുണ്ടായിരുന്നു. ആകെ 3 തരം. അതിൽ 2 തരം പൗരന്മാരുണ്ടായിരുന്നു. ഒന്നൊരു എലീറ്റ് ക്ലാസ്സാണ്. എലീറ്റ് ക്ലാസ്സിനെ വിളിച്ചു പെട്രീഷ്യൻസ്. അതിൽ ഇടത്തരക്കാരെ വിളിച്ച പേര് പ്ലീബിയൻസ്. ഇനിയുള്ളത് ഡൂലോസ്, അടിമകളാണ്. 3 തരം ആളുകൾ. ഇതിൽ ഈ ഡൂലോസ് എന്ന പേര് നിങ്ങൾ കേട്ടിട്ടുണ്ട്. മിക്കവാറും ബൈബിൾ സ്കൂളുകൾക്കൊക്കെ ഡൂലോസ് എന്ന പേര് വരുന്നത്. എന്തുകൊണ്ടും ആ പേര് അർത്ഥവത്താണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം, അല്ലേ? അടിമകൾ എന്ന അർത്ഥം. അപ്പോൾ ഡൂലോസ് പോട്ടെ. ബാക്കി 2 പദങ്ങൾ പെട്രീഷ്യനും പ്ലീബിയനും. ഇവരെയൊക്കെ ഓരോന്നും എടുത്ത് വിശദീകരിക്കേണ്ടതാണ്. നമുക്കതിൻ്റെ ആവശ്യമില്ല. തൽക്കാലം ഈ ഡൂലോസിനെ പറ്റി പറയാം. ഇവരംഗസംഖ്യയിൽ കൂടുതലായിരുന്നു. ഒരജമാനൻ്റെ പക്കൽ 100 കണക്കിന് അടിമകൾ. അടിമകളെ കൊണ്ട് റോമിലെ റോഡുകളും കനാലുകളുമൊക്കെ വെട്ടിച്ച ശേഷം എല്ലാ വികസന പ്രവർത്തനങ്ങളും ചെയ്തു കഴിഞ്ഞു. ഇനി പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, പണിയില്ലെന്ന്. നിങ്ങൾക്കത് മനസ്സിലായില്ല? എനിക്ക് മനസ്സിലാവും. കാരണം നമ്മൾ ചിലപ്പോഴൊക്കെ ഇവിടെയൊക്കെ ദൂരെ യാത്ര ചെയ്യുമ്പോൾ കുറേ സഹോദരങ്ങൾ തൊഴിലുറപ്പുകാർ റോഡ് സൈഡിൽ നിൽക്കുന്നതാണ്. പിറ്റേ ദിവസം അവിടെ തന്നെ നിൽക്കുന്നതാണ്, വൈകിട്ടും അവിടെ തന്നെ നിൽക്കുന്നതാണ്. അവരുടെ കുഴപ്പമില്ല, പ്രോപ്പറായിട്ടൊരു ഗൈഡൻസ് വേണ്ട. അല്ല പണി ചെയ്യാൻ മടി ഉണ്ടായിട്ടല്ല, എന്ത് ചെയ്യണം. ഒരു പദ്ധതി ആവിഷ്കരിക്കുമ്പോൾ അതിന് കുറേ പ്ലാനിങ്ങുകൾ വേണം. അതിൻ്റെ അഭാവമാണ്. അങ്ങനെ അവരുടെ കുഴപ്പമില്ല. അപ്പോൾ പറഞ്ഞത്, റോമിലെ പണിയെടുക്കുന്ന ആളുകളെ കൊണ്ട് എന്ത് ചെയ്യിക്കണമെന്നറിയാതെ വന്നപ്പോൾ റോമക്കാർ ചെയ്തൊരു കാര്യമുണ്ട്. പണിയൊന്നും ചെയ്യണ്ട, നല്ല ഫുഡ് കൊടുക്കുക. കേട്ടപ്പടി ഒരു സന്തോഷം. പണി ചെയ്യാൻ വേണ്ട, നല്ല ഫുഡ്. അടുത്ത് കേട്ടോ, ശരീരം ആയോധനകലയ്ക്ക് വിധേയമാകും വിധം വഴക്കണം. എണ്ണ തൂത്ത് ആൾ നല്ല മുറ പഠിക്കണം. എന്നിട്ടേ ഇതുപോലെ മുറ പഠിച്ച ചിട്ട പഠിച്ച മറ്റൊരു ആരോഗ്യവാനായ അടിമയുമായി ഏറ്റുമുട്ടണം.
അവർ തമ്മിൽ ഏറ്റുമുട്ടി മരിക്കും വരെ ഈ പ്രോഗ്രാം തുടരണം. അത് കാണാൻ കാണികൾ വരുമ്പോൾ 2 അടിമകളുടെ യജമാനന്മാർ പന്തയം വെക്കും. എൻ്റെ അടിമ ജയിച്ചാൽ 100 പറ കണ്ടം, ഇന്ന കുതിരകൾ, സ്വർണ്ണ നാണയങ്ങൾ. ഈ കലാപ്രകടനം കാണാൻ ആളുകൂടും. അങ്ങനെ ഇരിക്കെ തങ്ങൾക്ക് പ്രിയപ്പെട്ടവരൊക്കെ തല്ലി മരിക്കുന്ന വേദനാജനകമായ കാഴ്ച ഒരു വശത്ത്. വിലപേശി വിൽക്കുന്ന പലരെയും കാണുന്നില്ല. പിന്നെ പ്രായമുള്ള അടിമകളുടെ കാര്യം വളരെ ഗതികേടതായിരുന്നു. അവരെ ഒരു കപ്പലിൽ കയറ്റി ദൂരത്തുള്ള ദ്വീപിലേക്ക് പണിക്കയക്കും. പിന്നെ തിരിച്ചു വരവില്ല. അങ്ങനെ ആ പത്മോസുമൊക്കെ ഇവിടെ വീണ് മരിക്കും വരെ കൽക്കരിക്കനിയിൽ പണിയെടുക്കണം. ഇങ്ങനെ അടിമകൾ ഇത് കണ്ട് അവർക്കിടയിൽ ഒരു ക്രിമിനൽ വൽക്കരണം ശക്തിപ്പെട്ടു. തരം കിട്ടുമ്പോഴൊക്കെ തിരിച്ചടിക്കുന്ന, ആക്രമിക്കുന്ന പ്രവണത ശക്തിപ്പെട്ടു. അവർക്കിടയിൽ ഒരു സമാധാനകാംക്ഷിയായ ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അടിയും പിടിയൊന്നുമില്ല. അയാൾ ഉപദ്രവിക്കാൻ വരുന്ന പടയാളികളോട് ചോദിക്കും, എന്താ പ്രശ്നം? ഇവൻ ജോലി ചെയ്തില്ല. ഓ, ഞാൻ ചെയ്യാം അവൻ്റെ ജോലി. അങ്ങനെ ചെയ്യുന്ന വിനയാന്വിതനായ ഈ മനുഷ്യനെ നാട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടു. പ്രായമുള്ള മനുഷ്യർ അദ്ദേഹത്തെ ബഹുമാനിക്കാൻ തുടങ്ങി. സൗമ്യൻ, സുന്ദരൻ, കരുത്തൻ. പ്രായമുള്ള ആളുകളെയൊക്കെ കപ്പലിൽ കയറ്റി ദൂരേക്ക് ജോലിക്ക് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം പറയും, അവരെ കൊണ്ടുപോകല്ലേ, അവരുടെ ഇവിടുത്തെ ജോലി ഞങ്ങൾ ചെയ്തു കൊള്ളാം. ഇത് കണ്ട് ചെറുപ്പക്കാർക്കിടയിൽ ഇദ്ദേഹത്തെ പോലെ ആകാനുള്ളൊരു പ്രവണത കൂടി. ഒരു സൽസ്വഭാവികളുടെ എണ്ണം അവർക്കിടയിൽ വളർന്നു. കുറെ കഴിഞ്ഞപ്പോൾ ഭരണകൂടം മനസ്സിലാക്കി, ഇതാ ക്രിമിനലുകൾ നല്ല മനുഷ്യരായി മാറുന്നു. അവർ യജമാനന്മാർക്ക് വേണ്ടി ജോലി ചെയ്യുന്നു, ആടുമാടുകളെ തീറ്റിപ്പോറ്റുന്നു. ആരാണിതിൻ്റെ പിന്നിലെ ബ്രെയിൻ? അയാളുടെ പേര് ചരിത്രകാരൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്, സ്പാർട്ടക്കസ്. ഇത് കേട്ടിട്ടുണ്ടാകും നിങ്ങൾ. അങ്ങനെയോ? പക്ഷേ റോമൻ ഭരണകൂടം എടുത്ത മറ്റൊരു രീതിയാണ്. ഇവൻ വളർന്നാലൊരു അപകടം, ജനം സംഘടിച്ചാലൊരു അപകടം. അവർ ക്രിമിനലുകളായി മദ്യപിച്ച് ഏറ്റുമുട്ടണം, അല്ലെങ്കിൽ ഭരണം കൈപ്പിടി വിട്ടുപോകും. അവരെ മാറ്റിമറിക്കണം. അതിനുവേണ്ടി അറസ്റ്റ് ചെയ്യാൻ വരിക. അറസ്റ്റ് ചെയ്യാൻ വന്ന് അടിമക്കുടിലുകളുടെ നടുവിൽ നിന്നുകൊണ്ടൊരു പടയാളി ചോദിക്കും, വിളംബരം മുഴക്കിട്ട് ചോദിക്കും, ആരാണി സ്പാർട്ടക്കസ്? ഇറങ്ങി വരണം. സൈനികരെ അമ്പരപ്പിച്ചുകൊണ്ട് ഓരോ കുടിലുകളിൽ നിന്നും ചെറുപ്പക്കാർ തലനീട്ടി പുറത്തേക്ക് വന്നിട്ട് പറഞ്ഞു, ഞാനാണ് സ്പാർട്ടക്കസ്, എന്ത് വേണം? ഏറ്റുമുട്ടൽ ശക്തിപ്പെട്ടു. ഇതാ റോമാ ചരിത്രത്തിലെ അറിയപ്പെടുന്ന വിപ്ലവമാണ്. ഒടുക്കം അതൊക്കെ പൊളിഞ്ഞുപോയി, തകർന്നുപോയി. അതും തകർത്തത് മദ്യമായിരുന്നു. ഇന്ന് രാത്രിയും വചനം കേൾക്കും, ഓർക്കണം. മദ്യത്തിനെതിരെ സർക്കാരുകളും സാമൂഹ്യ സന്നദ്ധ സംഘടനകളുമൊക്കെ ധാരാളം ബോധവൽക്കരണ പ്രക്രിയകൾ നടത്തുന്നു. ഇവിടെ അഭിമാന പുരസ്സരം ഞങ്ങൾക്കൊന്ന് പറയാം. ഈ രാജ്യത്ത് മദ്യത്തിനെതിരെ ഒരു നയം സ്വീകരിക്കാൻ, നിലപാട് സ്വീകരിക്കാൻ അർഹതയുള്ളൊരു സമൂഹമുണ്ടെങ്കിൽ ഞങ്ങൾ യേശുവിൻ്റെ അനുഗാമികളാണ്. ഞങ്ങൾ മാത്രമെന്ന് ഉറപ്പോടെ പറയും. ചില മദ്യത്തിനെതിരെ പറഞ്ഞിട്ട് മദ്യത്തെ മറ്റു വിധത്തിൽ പ്രോത്സാഹിപ്പിക്കുമ്പോൾ മദ്യമോ ഇതര ഉൽപ്പന്നങ്ങളോ പുകവലിയോ സാമൂഹ്യ തിന്മകളോ ലെവലേശം തൊട്ടു തിണ്ടാത്ത ഒരു സമൂഹം ഇന്ന് കേരളക്കരയിലുണ്ടെങ്കിൽ യേശുവിൻ്റെ അനുഗാമികളുടെ മാർഗമാണ് എന്ന് ഉച്ചത്തിൽ ഉദ്ഘോഷിക്കാൻ കഴിയുന്നതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഭരണകൂടമേ, നിങ്ങൾ ഞങ്ങളെ തിരിച്ചറിയുക. വചനത്തിൻ്റെ ഭാഷയിൽ പൗലോസ് പറയും പോലെ പറഞ്ഞാൽ, നിങ്ങൾ ഞങ്ങളെ ശ്ലാഘിക്കേണ്ടതായിരുന്നു. ശ്ലാഘിക്കണ്ട, ഒരു യോഗം നടത്താൻ അനുമതി തന്നാൽ മതി എന്ന്. പുരസ്കാരമൊന്നും വേണ്ടെന്നേ. പോട്ടെ, ഞാൻ പറഞ്ഞതേ, ഈ കൂടെ വഴങ്ങാത്ത തീവ്രവാദികളായ രാഷ്ട്രീയ സ്വഭാവമുള്ള അടിമകൾക്ക് കൊടുക്കുന്ന ശിക്ഷയാണ് ക്രൂശ് മരണം. അതിന് അവരുടെ പേരിൽ വകുപ്പുകൾ ചാർത്തും. എന്തൊക്കെയാണെന്നറിയണ്ടേ? സ്ത്രീപീഡനം, മോഷണം, കൊല, സകല കേസും അവൻ്റെ മണ്ടയിൽ അടിക്കും. ഇവൻ ചെയ്യുന്ന കേസുകൂടെ അവൻ്റെ മണ്ടയ്ക്ക് അടിക്കും. ഒരു പോലീസുകാരൻ കണ്ടില്ലേ, കഴിച്ച മാങ്ങ മോഷ്ടിച്ചു. ഞാനോടത്തൊരു 10 കിലോ മാങ്ങയൊക്കെ മേടിച്ചും കൊടുത്തേക്കാം.
ഇനി ഇതോർത്ത് വിഷമിക്കണ്ട. ഞാൻ പോസ്റ്റ് വിട്ടു, നമ്പറും കൊടുത്തു വെച്ച് പറഞ്ഞു, സാറിന് ഇതിന് വേണ്ടി എങ്ങും തിരക്കി പോകണ്ട, ഞാൻ മേടിച്ചു തരാം, വേണുമ്പോൾ പറഞ്ഞാൽ മതി. എന്തിനും ആവശ്യമില്ലാത്തതിനോ എത്ര കിലോ വാങ്ങാൻ വേണം, ഇറക്കി തന്നേക്കാം. ഈ കേസ് കൂടെ വേണേ നമ്മുടെ മണ്ടയ്ക്ക് അടിക്കും. മനസ്സിലായില്ലേ? ഇങ്ങനെ വരുന്നതെല്ലാം അവൻ്റെ മണ്ടയ്ക്ക് അടിക്കും. ഇവൻ്റെ കുറ്റസംഗതി കൂടി എഴുതി വെച്ചിട്ട് ക്രൂശിക്കും. മനസ്സിലായോ? ഇനി ആ ഒരു പദത്തിൻ്റെ കാഠിന്യം, അവനെ അധർമ്മികളുടെ കൂട്ടത്തിലെണ്ണി. ആരുടെ കൂടെ? രാജ്യം പിടിച്ചെടുക്കുന്ന തീവ്രവാദികളുടെ കൂടെ, സമരം നയിക്കുന്നവൻ്റെ കൂടെ, നാടിൻ്റെ സ്വസ്ഥത നശിപ്പിക്കുന്ന ആളുകൾക്കൊപ്പം അവൻ്റെ പേർ ചാർത്തി അവനെ ക്രൂശിക്കണം. ഒരു വിശാല വിഷയമാണ്. എനിക്കിതിൻ്റെ മുഖവുര മാത്രമേ ഇത് നിങ്ങളുമായി പങ്കിടാൻ സാധിക്കൂ. പ്രിയരെ പറയട്ടെ, രണ്ടാമത്തെ പോയിന്റിലേക്ക് വരിക. ഇങ്ങനെയുള്ള ഈ ക്രിസ്തുവിനെ കണ്ടിട്ട് ആയിരങ്ങൾ അവനെ അനുഗമിക്കാൻ അടുത്തുകൂടി. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു അത്ഭുതം ചെയ്ത ക്രിസ്തുവിനേക്കാൾ കരുത്തനായിരുന്നു എന്ന് പിൽക്കാലത്തെ ഭരണകൂടം മനസ്സിലാക്കി. കടലിൻ മീതെ നടന്നതിനേക്കാൾ, ആയിരങ്ങൾക്ക് ഭക്ഷണം പങ്കിട്ടതിനേക്കാൾ കരുത്തനാണ് ക്രൂശിക്കിടക്കുന്നതെന്ന് ജീവിതം കൊണ്ട് തെളിയിച്ചപ്പോൾ എല്ലാ പ്രതിബന്ധങ്ങളും ക്രിസ്തു ശിഷ്യർക്ക് മുമ്പിൽ കൊണ്ടുവന്ന് അവർക്ക് നേരെ അതിശക്തമായ വെല്ലുവിളി മുഴക്കിയിട്ടും ഒന്നും രണ്ടുമല്ല, ആയിരങ്ങൾ യേശുവിനെ അനുഗമിച്ചു. അത് അനുഭവത്തിലെ ക്രിസ്തു. മോളെ ഒരു വാക്യം കൂടി വായിച്ചു. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 14-ാമത് വാക്യം. എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിപ്പാൻ ഇടവരരുത്. മതി. ഞാൻ ഒരമ്മച്ചി എൻ്റെ അടുത്ത് ഒരു പ്രാർത്ഥനാ വിഷയം പറഞ്ഞു. ദൈവാസനെ, എനിക്കിത്രയൊക്കെ പ്രായമായി, ഇനിയിപ്പം രോഗശാന്തിക്കോ സൗഖ്യത്തിനോ ഒന്നും പ്രാർത്ഥിക്കണ്ട, എനിക്ക് വേഗത്തിൽ അങ്ങ് ചെന്നാൽ മതി. നല്ല പ്രത്യാശയുള്ളൊരമ്മച്ച. ചുരുക്കത്തിൽ എനിക്ക് വേഗത്തിൽ മരിക്കണം, അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം. ആട്ടെ, എങ്ങനെ മരിക്കാൻ ആഗ്രഹം? ടിപ്പർ ഇടിച്ചാണോ, ക്യാൻസർ വന്നാണോ, തൈറോയ്ഡ് കൂടിയിട്ടാണോ, ശ്വാസം പെട്ടെന്ന് പറയണം പ്രാർത്ഥിക്കാൻ. അയ്യോ എനിക്ക് മരണം വേണ്ടെന്ന്. ആ കാര്യത്തോടടുത്തപ്പോഴാണ് കളി മനസ്സിലായത്. എൻ്റെ ഭീകരതയെന്ന് പറയാനാ ഞാനിത്ര എടുത്തത്. ഉദ്ദേശിക്കുന്നതിൽ ഈസി അല്ലച്ചാ സംഭവം. ഒടുക്കത്തെ ശത്രു മുഴുവീര്യവും മുഴുബലവും പ്രയോഗിക്കും. ആരോഗ്യമൊന്നും അവനൊരു കാര്യമല്ല. മഹാനായ അലക്സാണ്ടറേയും വഴിയോരത്ത് പിച്ചതണ്ടെന്ന യാചകനും മരണമൊരൊറ്റ നീതിയെ വെച്ച് മാറ്റിക്കൊടുത്തില്ല. വഴിയോരത്തെ അന്നം തേടി യാചിക്കുന്ന യാചകനും ഈ മനുഷ്യനും മരണം കൊടുത്തത് ഒറ്റ നീതി. അതെങ്കിൽ അതിൻ്റെ ഗൗരവം എത്ര വലുതാണെന്ന് മനസ്സിലാക്കിക്കോ. അത് കണ്ടെത്തിയത് ഞങ്ങൾ സുവിശേഷകരായ യേശുവിൻ്റെ അനുഗാമികളാ. തിരുവെഴുത്ത് പറയുക, ഒടുക്കത്തെ ശത്രുവായി മരണം നീങ്ങിപ്പോയി. ഒടുക്കത്തെ ശത്രു അവൻ. അതിൻ്റെ പൊരുളുകളിലേക്ക് വരാം, ശ്രദ്ധിക്കണം നിങ്ങൾ. ഇവിടെ ഈ ക്രൂശിൽ ഇങ്ങനെ കിടക്കുന്ന ആൾ, നമുക്ക് മറ്റൊരു വിഷയം തന്നെ എടുക്കാം. ഈ വിധത്തിൽ മരിച്ച ഒരാൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമ്മൾ വേദനയോടല്ല ഇത് പറയുക. എങ്ങനെയാ? ഏതാണ്ടൊരു അപാകത ഇത് പറയുമ്പോൾ. പോലീസ് തല്ലിക്കൊന്നെന്നോ, വണ്ടി ഇടിച്ച് മരിച്ചെന്നോ, പീഡനമുറിയിൽ എങ്ങനെയോ മരിച്ചെന്നോ ഒക്കെ പറഞ്ഞാൽ ഏതാണ്ടൊരു കുറവ്. കാരണം കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല, നമ്മൾ പറയാനും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെയാ ഈ കോവിഡ് കാലത്ത് എത്ര മനുഷ്യരെ നമ്മളൊക്കെ സംസ്കരിക്കാൻ പോയി. അന്ത്യനിമിഷങ്ങൾ പലരുടെയും എനിക്ക് നേരിട്ട് കാണാനുള്ള അവസരമൊക്കെ ഉണ്ടായി. ഭീകരമാണത്. ആ ബന്ധുക്കളോട് പോലും നമുക്ക് ആ നിമിഷത്തെക്കുറിച്ച് പറയാൻ വയ്യ. ഭീകരം. പക്ഷേ എല്ലാ സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിലെയും പ്രമുഖരുടെ വിടവാങ്ങൽ നമുക്ക് വേദനാജനകമാണ്, ഭാരം നിറഞ്ഞതാണ്. ഭഗത് സിംഗിൻ്റെ മരണം, ഗാന്ധിജിയുടെ മരണം, ഏതു മരണവും വേദനാജനകമാണ്. ആ മരണത്തെ മനുഷ്യരെല്ലാം കണ്ടത് ഒടുക്കത്തെ ശത്രുവായിട്ടാണ്. അവരുണ്ടായിരുന്നെങ്കിൽ എന്ന വേദനയോടെയാണ് നാം അവരെയൊക്കെ യാത്ര അയച്ചത്. പക്ഷേ കുന്തം കുത്തി വികൃതമാക്കി, ചാട്ടവാറിനടിച്ച്
മാംസത്തുണ്ടുകൾ തെറിച്ചു വീണ് ചോര ഇറ്റിറ്റ് വീഴുന്ന ഒരു വികൃത ശരീരം കണ്ടിട്ട് ഒരു മനുഷ്യൻ പറയാ, ഇതെനിക്ക് പ്രശംസ, ഇതൊഴിച്ചൊന്നിലും എനിക്ക് പ്രശംസയില്ല, എനിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലല്ലാതെ പ്രശംസിക്കാൻ ഇടവരരുത്. എന്തേ പൗലോസ് അങ്ങേക്ക് ക്രൂശ് പ്രശംസയാകുന്നത്? ഉത്തരവും പൗലോസ് പറയും. ഇത് കേട്ടാൽ ഈ കർത്തൃമേശ നടത്തുമ്പോൾ ഇനി കരയല്ല. എന്താ കാര്യം? കരയുന്നതേ ഒരു നഷ്ടബോധമുള്ളത് കൊണ്ടാണ്. ക്രൂശിൽ മരിച്ചത് നഷ്ടമല്ല, അതാണ് ലാഭം, അത് മാത്രമാണ് ശ്രേഷ്ഠം. പിറവി കൊണ്ട യേശുവിനെ കാണാൻ ആരാധകരുടെ എണ്ണം കൂടി, അത്ഭുതം ചെയ്യുന്നവനെ കാണാൻ ആളുകൾ കൂടി. പക്ഷെ ക്രൂശിന്റെ ചുവട്ടിൽ ചുരുക്കം ചിലർ മാത്രമേ ഉള്ളൂ. ക്രൂശിന്റെ ശക്തി അംഗബലമല്ല, സമ്പത്തിന്റെ ബലമല്ല, ഭൗതിക വസ്തുക്കളുടെ ബലമല്ല. ഒറ്റക്കൊരുത്തൻ കിടക്കുന്ന ആ നിശ്ചയദാർഢ്യം കണ്ടിട്ട് അറിവുള്ള പൗലോസ് പറയുക, അവൻ ക്രൂശിൽ എന്താ ചെയ്തത് എന്ന് പറഞ്ഞു തരുന്നുണ്ട് നമുക്ക്. പൗലോസ് പറയാ, എടുത്തു വായിപ്പിക്കേണ്ടതാ, അവൻ ശത്രുപക്ഷത്തെ നിശേഷം നശിപ്പിക്കുക, അവിടെ അവൻ ആയുധവർഗം വെപ്പിച്ച് കീഴടക്കുക, അവിടെ ജയോത്സവത്തോടെ നമ്മെ വഴി നടത്തുകയാ. പാപത്തിന്റെ ശക്തിയെ, ഇരുട്ടിന്റെ ശക്തിയെ ചെറുത്തു തോൽപ്പിക്കുക. എന്നിട്ട് പൗലോസ് വളരെ ആഹ്ലാദചിത്തനായി പറയുക, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. മരണാധികാരിയുടെ തലതകർത്ത് ജയമേറി മുഴക്കുന്ന ജയത്തിന്റെ ചിഹ്നമാണ് ക്രൂശ്. അതാണ് ക്രൂശിന്റെ അനുഭവം. ഇപ്പൊ ക്രൂശ് അനുഭവമാണ്, അഭിനയമേ അല്ല. അഭിനയിക്കുന്നവനാ ഈ ജീവിതം വിട്ട് തിരികെ പോകുന്നത്. വിളിക്കുന്ന പ്രിയപ്പെട്ടവരെ, പ്രതിസന്ധി നിറഞ്ഞ എത്രയെത്ര ഘട്ടങ്ങൾ ജീവിതത്തിൽ വന്നു. കരുത്തന്മാർ പലരും ഇട്ടിട്ട് പോയപ്പോഴും ഒറ്റയ്ക്ക് ക്രൂശിൻ്റെ ചുവട്ട് നിൽക്കുന്ന ആ തൻ്റെ ഇടമുണ്ടല്ലോ, ആ ശക്തി ഉണ്ടല്ലോ, ആ കരുത്തുണ്ടല്ലോ, അത് പൗലോസിൽ കാണാം. ഹല്ലേലൂയ. ക്രൂശ് അനുഭവമാണ്. ആ അനുഭവം കൂടാതെ ഒരാളും ഈ വചനം കിട്ടിയിരിക്കരുതേ. നമുക്ക് ക്രൂശിനെ ഹൃദയത്തിൽ ഏറ്റെടുക്കാം. അർത്ഥസഹിതമായ ആ തടി, ആ ദണ്ഡന സ്തംഭം, അത് അനുഭവമാണ്. ഇനി എനിക്ക് അവസാനിപ്പിക്കാതെ വയ്യ. ഈ രണ്ടാമത്തെ പോയിന്റ് തന്നെ ദീർഘമായി പറയേണ്ടതാണ്. ഞാനിത് പലതും ക്ലാസ്സുകളായി 6-7 ക്ലാസ്സുകളായി ചെയ്തിട്ടിട്ടുണ്ട്. ക്രൂശിനെക്കുറിച്ച് മാത്രം എത്ര പറഞ്ഞാലും മതിവരാത്ത വിധത്തിലെ ഒരു മഹാസാഗരം പോലെയാണ് യേശുവിൻ്റെ ക്രൂശും അനുബന്ധ സംഭവങ്ങളും. ആ ക്രൂശ് നമുക്ക് എങ്ങനെയാണ് മാർഗദർശനം നൽകുന്നത്? അത് അനുഭവമാണ്. ആ അനുഭവം പാപത്തെക്കുറിച്ചുള്ള ഒരു തിരിച്ചറിവാണ്, തെറ്റിനെക്കുറിച്ചുള്ള ഒരു പശ്ചാത്താപമാണ്. ആ പശ്ചാത്താപത്തിൻ്റെ 100 കഥകൾ, അനുഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്, ഒട്ടേറെ അനുഭവങ്ങൾ. പ്രിയപ്പെട്ടവരെ, കൊടും കുറ്റവാളിക്കും ക്രൂശ് നൽകുന്ന സ്നേഹസമീരണമായ ആ വിടുതലുണ്ട്, വിമോചനമുണ്ട്. ആ വിടുതൽ ഒരു പ്രഖ്യാപനം വഴി കിട്ടുന്നതല്ല, അതൊരു തിരിച്ചറിവാണ്. ക്രൂശ് മാർമികമായ ഒരു സത്യമാണ്. ആ അനുഭവം തന്നെ പറഞ്ഞാൽ 100 കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ സമയം പോരാ. ഒടുവിലത്തെ പോയിന്റിലേക്ക് വരാം. ഞാൻ പറയും, നിത്യതയിലും മൂർച്ച പോകാത്ത ആയുധമാണ് ക്രൂശ്. അതിൻ്റെ ശക്തിക്ക് ക്ഷയമില്ല. നിതാന്തമായ ശക്തിയാണ് ആ ക്രൂശിൻ്റെ വിളംബരം. അതെങ്ങനെയെന്നാണ് നിങ്ങളുടെ പലരുടെ ആശങ്ക? പറയട്ടെ. ഈ നമ്മളിന്ന് അനീഷിൻ്റെ ഒക്കെ പാട്ട് കേട്ട് സന്തോഷത്തോടെ ഇരിക്കുകയായിരുന്നു. 2-3 തവണ പറഞ്ഞു പഴയ പാട്ട് പാടണം, പലതും പാടണം എന്നൊക്കെ പറഞ്ഞു. നമ്മൾ നിത്യതയിൽ ചെന്നാൽ ഇവിടെ പാടുന്ന പല പാട്ടും നമുക്ക് അവിടെ വേണ്ട. വേണോ? വേണ്ടെന്നോ? ഇവിടെ പാടുന്ന പാട്ട്, ഉദാഹരണം, കാന്തനെ കാണുവാൻ ആർത്തി വളരുന്നേ എന്ന് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പാടണോ? ആ കേട്ടാ ദൂതന്മാരെന്നെ ചോദിക്കല്, ഇതെന്തോ പൊട്ടത്തരാ, കാന്തനല്ലേ നിൽക്കുന്നേ? കർത്താവ് താൻ ഗംഭീരനാദത്തോടും അവിടെ പാടുവോ? പാടണ്ടെന്ന്. പിന്നെന്താ പാടുന്നത്? സ്വർഗീയ അനുഭവങ്ങളെക്കുറിച്ചാകുമോ? അതൊക്കെ പാടാം, കുഴപ്പമൊന്നുമില്ല. തങ്കത്തെരുവീഥി,
അവിടെ കിട്ടുന്ന മനോഹാരിത, ഇതൊക്കെ പാടേണ്ടതാണ്. പക്ഷെ ഞാൻ ഇവിടെയും പറയുന്നൊരു കാര്യമുണ്ട്. ഈ സ്വർഗത്തിൽ പോകാനുള്ള എൻ്റെ ആഗ്രഹം ഈ കിരീടം മേടിക്കുക എന്നുള്ളൊരു താല്പര്യത്തിലല്ല. എനിക്കൊരു ദുഃഖം പോലെ അല്ലേ. ഇപ്പം എനിക്കിപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം കിരീടമൊന്നും ഇല്ലെന്ന് പറഞ്ഞാലും അതിലൊരു പരാതിയില്ലാത്ത ആളാണ്. എന്തിനാ ഇത്രമാത്രം കിരീടം? നമുക്ക് ദുഃഖം വരുന്നോ? പിന്നെ നിങ്ങൾക്കെല്ലാം കിട്ടുന്ന വഴിക്ക് പഴയതൊരെണ്ണം നമുക്കും കിട്ടിയാൽ തിരക്കേടില്ല. നിങ്ങളെല്ലാം വെച്ചുകൊണ്ട് നടക്കുമ്പോൾ ഞാനൊരാൾ മാത്രം കിരീടം ഇല്ലാതെ പോകുന്ന ഒരു പോരായ്മയാണേ ഒരെണ്ണം, അത്രേ ഉള്ളൂ. കാരണം ഈ സ്വർഗത്തിൽ എത്ര കിരീടമുണ്ടെന്നും അവിടെ തങ്കത്തെരുവീതി ഉണ്ടെന്നും ഒക്കെ നമ്മൾ കേട്ട ഭാവനാസമ്പന്നമായ വിഷയങ്ങൾ. അത് സത്യമാണ്. ഭാവന എന്ന് ഞാൻ പറഞ്ഞത് സ്വർഗം നമ്മുടെ ചിന്തയ്ക്കും അപ്പുറത്താണ്, അതിലൊട്ടും കുറയല്ല. കേട്ട പാട്ടിലുമൊക്കെ അപ്പുറത്താണ്. പൊന്മണി മാല അവൻ എനിക്ക് തരുമെന്ന് പറഞ്ഞാൽ സംശയിക്കേണ്ട, അതിനും അപ്പുറത്താണ്. അതിൽ കുറയില്ലൊന്നും, സത്യ. പക്ഷേ സ്വർഗത്തിൻ്റെ മനോഹാരിത പൊന്മണിമാലയല്ല, മനോഹരമായ ജീവജലത്തിൻ്റെ നദിയല്ല, അവിടെ കാണുന്ന കെരൂബുകളുടെ പാട്ടല്ല, ദൂതഗണങ്ങളുടെ ആർപ്പല്ല. സ്വർഗത്തിൻ്റെ മഹത്വം യേശു അവിടെ ഉണ്ട് എന്നതാണ്. ക്രിസ്തുവാണതിൻ്റെ മഹത്വം. പണ്ടിന്ന് വചനം കേൾക്കുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കണം. ദാവീദ് പാടുന്നു, സ്വർഗത്തിലും നിന്നെ അല്ലാതെ ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. എന്തൊരു പ്രതീക്ഷയാണത്! ഇതിനൊരു കാരണമുണ്ട്. ഒരു വസ്തുത പറയാം, ഒരു ഉദാഹരണം. നമ്മൾ ഈ ഗൾഫിലൊക്കെ പോയി മനുഷ്യനൊന്ന് പച്ച പിടിച്ചിട്ടൊരു 20 കൊല്ലത്തിലധികം ആയിട്ടില്ല. കാരണം പ്രൊഫഷണൽ എഡ്യൂക്കേഷൻ നമ്മളൊക്കെ ആർജിച്ച ശേഷമാണ് യഥാർത്ഥ ഗൾഫ് മണി നമ്മൾ കണ്ടു തുടങ്ങി. അതിനുമുമ്പ് കട്ടിപ്പണിയായിരുന്നു, കഷ്ടപ്പാടാണ് മനുഷ്യന്. അറബിയുടെ ചീത്തയും ഒട്ടകത്തിൻ്റെ ചവിട്ടും ഒക്കെ കിട്ടി നമ്മുടെ പൂർവികരവിടെയൊക്കെ പോയി. അന്നൊക്കെ പോകുന്ന മനുഷ്യരുടെ അവസ്ഥ വലിയ കഷ്ടമായിരുന്നു. നമുക്കിത് തുറന്ന് സമ്മതിക്കാൻ അത്ര പറ്റിയല്ല, അത് വേറെ കാര്യം. അപ്പോൾ അന്ന് കത്തുകളിലൂടെയാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, ഫോണൊന്നുമില്ല. ഗൾഫിലാണ് ഈ മനുഷ്യൻ വല്ലപ്പോഴും വരുമ്പോൾ പെർഫ്യൂമും ഉടുപ്പും ഒരു പ്രത്യേക ശ്രദ്ധേയമായ വിധത്തിൽ സമ്പന്നനെ പോലെ തോന്നിക്കുമാറ് വരും. പക്ഷെ വലിയ കഷ്ടപ്പാടാണ്. ഇപ്പോൾ ഗൾഫിൽ നിന്ന് പപ്പ വരുന്നു എന്നറിയുമ്പോൾ മക്കൾ ഓരോന്നെഴുതും, സൈക്കിൾ മേടിക്കണം. അന്നത്തെ വലിയ ആഗ്രഹം അതൊക്കെയാണ്. ഇന്നാണ് ഐഫോൺ വേണമെന്നൊക്കെ എഴുതും, സൈക്കിൾ മേടിക്കണം. കാരണവർ പറയും, പപ്പ പറയും, നമ്മൾ ഈ അപ്പുറത്തെ ആ സ്ഥലം അഡ്വാൻസ് കൊടുത്തിട്ടിരിക്കുക, ബാക്കി നീ കൊണ്ടുവരണം. ഓരോരുത്തരും ഓരോന്ന് എഴുതുമ്പോൾ ഒരാൾ മാത്രം ഒന്നും എഴുതുന്നില്ല. അത് കാന്തയാണ്, ഭാര്യ. കാന്തൻ പറയാതെ കാന്തയ്ക്ക് കാന്തനെ അറിയാം. അവൾ ഗൾഫിൽ ചെന്നില്ല, പക്ഷെ തൊഴിലെന്താണെന്നറിയാം, കഷ്ടപ്പാടെന്തെന്നറിയാം, ആ സ്പന്ദനം എന്തെന്ന് തിരിച്ചറിയാം. നമുക്കൊരു കാന്തൻ ഉയരത്തിലുണ്ട്, അക്ഷരാർത്ഥത്തിൽ കണ്ടില്ല, ആ സ്പന്ദനം തിരിച്ചറിയാം. എൻ്റെയും നിങ്ങളുടെയും ചിന്ത അവിടുത്തേക്കും അവിടുത്തെ ശബ്ദം നമുക്കും തിരിച്ചറിയാം. ആ ശബ്ദം കേൾക്കുന്നതാ ക്രിസ്തുവുമായുള്ള ജയകരമായ ജീവിതം. സഹോദരി, അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കാന്തൻ വന്നു. ഇഷ്ടംപോലെ സാധനമുണ്ട്. മോന് സൈക്കിള്, പപ്പ പറഞ്ഞ പണം, അമ്മയ്ക്ക് വേണ്ട കമ്പിളി, വേണ്ടതൊക്കെ ഉണ്ട്. ഇതിനർത്ഥം ഒന്നും ആവശ്യപ്പെടാത്ത കാന്തയ്ക്ക് വേണ്ടി വെറും കൈയോടെ അയാൾ വന്നു എന്നാണോ? അല്ല. ഒന്നും ചോദിക്കാത്ത നിനക്ക് ഏറ്റവും ശ്രേഷ്ഠമായത് ആ കരങ്ങളിലുണ്ട്. നിന്നെക്കാൾ നിന്നെ അറിയുന്ന കാന്തൻ ഏറ്റവും വിലപിടിപ്പുള്ള ഒന്നേ കൊണ്ടുവന്നിട്ടുള്ളൂ. പക്ഷെ അവിടെയും നീ കാന്തനെ തോൽപ്പിച്ചു കളയും. എന്താണെന്നറിയണ്ടേ? വിലപിടിപ്പുള്ള ഗിഫ്റ്റ് മറ്റാരും കാണാതെ സ്വകാര്യതയിലെടുത്ത് അങ്ങോട്ട് തരുമ്പോൾ അത് മേടിച്ചങ്ങോട്ട് വച്ചിട്ട് അവൾ പറയും, ഞാൻ ഇതിനല്ല കാത്തിരുന്നത്, അങ്ങയെ ഒന്ന് കാണാൻ, ആ തിരുമുഖം കാണാൻ ഇന്ന് രാത്രി ആര് കാത്തിരിക്കുന്നു? അതാ സ്വർഗീയ പ്രത്യാശ. എനിക്ക് അങ്ങയെ കാണണം, അങ്ങയുടെ സാന്നിധ്യം അറിയണം. സ്വർഗത്തിൽ നിന്നെയല്ലാതെ ഞാൻ മറ്റൊന്നും ആഗ്രഹിക്കുന്നില്ല. ഇതാ സഹോദരങ്ങളെ ക്രിസ്ത്യ ജീവിതത്തിൻ്റെ സുഖം. അല്ല ചുമ്മാ മാളിക പണിതു, പുതിയ കാറെടുത്തു, ഇതൊക്കെ വലിയ കാര്യമല്ലെന്ന്, ഒരു വിഷയമല്ലെന്ന്. അതൊക്കെ കിട്ടട്ടെ,
ഭൂമിയിൽ വെട്ടിപ്പിടിച്ച കണക്കുകളല്ല ഭക്തന്റെ ബാലൻസ് ഷീറ്റിൽ എഴുതേണ്ടത്. ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ ആ തികവാർന്ന ആ മനോഭാവം ഹൃദയത്തിലെന്നും ഉയരട്ടെ. ഇനി ഞാൻ ഇത്രയും പറഞ്ഞതേ, നിത്യതയിൽ എങ്ങനെയാണ് ക്രൂശ് വർക്കൗട്ടാകുന്നത് പറയാം. നമ്മൾ ഈ ഭൂമിയിലിരുന്നു കൊണ്ട് സ്വർഗത്തെക്കുറിച്ച് പാടും, ഒക്കെ വേണം താനും. അതല്ലേ നമ്മുടെ ആശ്വാസം. സത്യത്തിൽ നമ്മളുടെ മരണ വീടുകളിലെ ഒരു പ്രത്യാശ വലുതാണ്. എൻ്റെ നാട്ടിൽ അടുത്ത കാലത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി മരിച്ചു. ജോർജ് കുട്ടിച്ചാൻ്റെ എൻ്റെ നാടൊരു സ്ഥലമാണ്. ഞാൻ ചോദിച്ചു, ഇന്നാൾ മരിച്ചു പോയോ? ഇല്ല, ഞാൻ പോയായിരുന്നു. അവിടെ വലിയ രാഷ്ട്രീയ പ്രമുഖരൊക്കെ വന്നു. ക്ഷമിക്കണം, ആ സ്ഥലം കാണണം. അദ്ദേഹത്തിൻ്റെ ഒരു ബ്രദർ ഒരു ഡോക്ടറാണ്, കോട്ടയം മെഡിക്കൽ കോളേജിൽ. അദ്ദേഹം ഒരു നല്ല ശുശ്രൂഷകനാണ്. ഞാനും ബാസൽ ആശ്രീ മാത്യുവും എബി സാറും ഒക്കെ ആ വീട്ടിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. അദ്ദേഹം എന്നെ വിളിച്ചു, ജ്യേഷ്ഠൻ മരിച്ചു, കാണാൻ ചെല്ലുകയാണ്. പക്ഷെ ഒരു ചൈതന്യമില്ല, സന്തോഷമില്ല. ഇതേ സമയത്ത് ഭക്തൻ മരിച്ചാലൊരു വ്യത്യാസമുണ്ട്. അതിൻ്റെ ഒരു ഉദാഹരണം പറയുമ്പോൾ മനസ്സിലാകും. ഒരിക്കൽ അടുത്തടുത്ത് 2 പ്രൊഫസർമാർ താമസിച്ചിരുന്നു. ഈ പ്രൊഫസേഴ്സ് ഒരാൾ എത്തിസ്റ്റായിരുന്നു, ഒരാളൊരു ദൈവമകനായിരുന്നു. അവർ തമ്മിൽ പിണക്കൊന്നുമില്ല, നല്ല സൗഹൃദം. രണ്ടാൾക്കും കുട്ടികളുണ്ടായിരുന്നു, അവർ കൂട്ടുകാരായിരുന്നു. ഈ കുട്ടികൾ അങ്ങനെ ഇരിക്കെ ഒരു പിക്നിക്കിന് പോയ വഴിക്ക് 2 പേരും മരിച്ചു. അതിൽ ഈ എത്തിസ്റ്റിൻ്റെ കുട്ടിയും ദൈവമനുഷ്യൻ്റെ കുട്ടിയും അടുത്തടുത്ത കല്ലറകളിൽ അവരെ സംസ്കരിച്ചു. എത്തിസ്റ്റ് വളരെ ഫിലോസഫിക്കലായി കുറേ വീടുകൾ കുറിച്ചു. വിക്ടോറിയ, നീ എനിക്കില്ലായിരുന്നു, നിന്നെ എനിക്കറിയില്ലായിരുന്നു. ജീവിതയാത്രയിൽ നീ ഇടയ്ക്ക് വെച്ച് എനിക്കൊപ്പം കൂടി. ഞങ്ങളുടെ യാത്രയുടെ ഇടയിൽ വെച്ച് നീ പോയി, അത് സ്വാഭാവികം, ഞാനത് തിരിച്ചറിയുന്നു. രസകരമായ പ്രയോഗം. പക്ഷെ ദൈവമനുഷ്യൻ തൻ്റെ മകളുടെ കല്ലറയിൽ എഴുതി, ബാല മരിച്ചിട്ടില്ല, ഉറങ്ങുകയത്രേ. ഇതാണ് വ്യത്യാസം. നിത്യതയെക്കുറിച്ച് നമ്മൾ പാടും, നമുക്ക് പ്രതീക്ഷകളുണ്ട്, സ്വർഗീയ അനുഭവങ്ങളെക്കുറിച്ച് പാടും. മരണവീട്ടിലെ നമ്മുടെ പാട്ടുകളൊക്കെ നമ്മെ അക്ഷരാർത്ഥത്തിൽ നിത്യതയിൽ കൊണ്ടെത്തിക്കുന്ന അനുഭവങ്ങളാണ്. എന്നാലേ ഈ സ്വർഗത്തിലെ പാട്ടെന്താ? സ്വർഗത്തിലൊരിക്കലും സ്വർഗത്തെക്കുറിച്ചല്ല പാട്ട്. സ്വർഗത്തിലൊരിക്കലും സ്വർഗീയമായ ആ ദാനങ്ങളെ ചൊല്ലിയൊന്നുമുള്ള കാര്യങ്ങളല്ല പാട്ട്. സ്വർഗവും പ്രകീർത്തിക്കുന്നത് ഭൂമിയിൽ നടന്ന ഒരു സംഭവത്തെ ചൊല്ലിയുള്ള പാട്ടാണ്. ദൂതഗണങ്ങളും അത്ഭുതചിത്തരായി പാടുന്ന പാട്ട് ക്രൂശീകരണത്തെ പറ്റിയാണെന്ന് മനസ്സിലായോ? ഈ മോള് വായിക്കും. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 5 മുതൽ വായിച്ചു മോളെ. 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 6-ന്റെ 5 മുതൽ. 3-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വരിക എന്ന് 3-ാം ജീവി പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ ഞാൻ ഒരു കറുത്ത കുതിരയെ കണ്ടു. 5-ന്റെ 6, മിസ്റ്റേക്ക് ഇസ് മൈൻ, സോറി. ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിൽ ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. ഈ അറുക്കപ്പെട്ട കുഞ്ഞാടിനെ സ്വർഗത്തിലും ഇങ്ങനെ പ്രദർശിപ്പിക്കാൻ എന്താണ് കാരണം? സ്വർഗത്തിൻ്റെയും മഹത്വം, അവൻ ക്രൂശിക്കപ്പെട്ടു എന്നതാണ്. ക്രൂശാണ് സ്വർഗത്തിലും പ്രകീർത്തിക്കപ്പെടുന്ന ശക്തി. അറുക്കപ്പെട്ടതുപോലെ അവൻ നിൽക്കുന്നു. അടുത്തത്, സർവ്വഭൂമിയിലേക്കും അയച്ചിരിക്കുന്ന 7 ദൈവാത്മാക്കളായ 7 കണ്ണുമുണ്ട്. കുഞ്ഞാടിന് ഇതെടുത്ത് വിശദീകരിക്കേണ്ടതാണ്. ഇനി നമുക്ക് 11-ാം വാക്യം കൂടെ വായിക്കാം, അതേ അധ്യായം. പിന്നെ ഞാൻ ദർശനത്തിൽ സിംഹാസനത്തിന്റെയും ജീവികളുടെയും മൂപ്പന്മാരുടെയും ചുറ്റിലും ഏറിയ ദൂതന്മാരുടെ ശബ്ദം കേട്ടു. അവരുടെ എണ്ണം 10,000, 10,000, 1000 അവർ അത്യുച്ചത്തിൽ അറുക്കപ്പെട്ട കുഞ്ഞാട് ശക്തിയും ധനവും ജ്ഞാനവും ബലവും ബഹുമാനവും മഹത്വവും സ്തോത്രവും ലഭിപ്പാൻ യോഗ്യൻ എന്ന് പറഞ്ഞു. മതി.
സ്വർഗത്തിലും പാടുന്ന പാട്ട്. നീ അറുക്കപ്പെട്ടു, അറുക്കപ്പെട്ട കുഞ്ഞാടേ നിനക്ക് മഹത്വം. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സകല ഗോത്രത്തിലും ജാതിയിലും ഭാഷയിലുമുള്ള ഞങ്ങളെ ദൈവത്തിനായി വിലക്കി വാങ്ങി. ഹല്ലേലൂയ. ഒറ്റ വസ്തു കൂടി പറഞ്ഞ് ഞാനിപ്പോൾ സംസാരിക്കാം. ബഹുമാനായ ഡോക്ടർ ജോർജ് സാറും ഞാനുമൊക്കെ മാവേലിക്കര IM ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിപ്പിക്കുന്നവരാ. ഒരു കോഴ്സിന് പഠിച്ച കുറേ സൗകര്യങ്ങളൊക്കെ കൂടെ ഉണ്ട്. ഞാൻ ഈ റെവലേഷനും ഡാനിയലും ഒക്കെ അറിയാവുന്നവല്ല പഠിപ്പിക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യം ഒരിക്കൽ അവരൊരു തിരിഞ്ഞു. നിത്യതയെക്കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ ഒരാൾ ചോദിച്ചത്, ഈ സ്വർഗത്തിൽ ചെന്നാൽ പണ്ട് നമുക്ക് ഈ കിരീടങ്ങളെല്ലാം കിട്ടി ഇങ്ങനെ സന്തോഷത്തിൽ പോകുന്ന വഴിക്ക് ലൂസിഫറിന് പറ്റിയതുപോലെ അഹങ്കാരം കയറി മൂത്തിട്ട് നമുക്കെന്തെങ്കിലും പറ്റുമോ പാസ്റ്ററേ? ഞാൻ പറഞ്ഞു അങ്ങനൊന്നുമില്ല. അന്നേരം ഇദ്ദേഹം പറയാം, പാസ്റ്ററേ നമ്മളല്ലേ ആളുകൾ, പറ്റുമോ എന്ന് വീണ്ടും ഒരു ചോദ്യം. ഞാൻ പറഞ്ഞു ധൈര്യമായിട്ടിരിക്കും, പറ്റുകയില്ലെന്ന് പറഞ്ഞ പുള്ളി സമ്മതിച്ചെങ്കിലും എൻ്റെ കാരണം പറയാൻ എനിക്കറിയത്തില്ല. ഞാനിത് 1-2 പേരുമായിട്ട് ചർച്ച ചെയ്തു. എനിക്കൊരു ഉത്തരം കിട്ടി. അടുത്ത ദിവസം ഞാനും പറയാ പറ്റിയല്ല. എന്താ പറ്റാത്തെന്നറിയണ്ടേ? പറയാം. നമ്മൾ ദൂതതുല്യരായി, അതുകൊണ്ടല്ല, കാരണം ദൂതനായി പണി പണ്ട് പറ്റിച്ചേ. ദൂതതുല്യരായ നമുക്ക് മാറ്റം വന്നു, നമുക്ക് ട്രാൻസ്ഫോർമേഷൻ, പരിവർത്തനം വന്നു. അതുകൊണ്ടുമല്ല നികളം വരാത്ത. പറയാം, മാറ്റമില്ലാത്ത ഒരുവൻ അവിടെയുണ്ട്. അത് നമ്മുടെ കർത്താവ്. ഒരു മാറ്റമില്ല, ഗതിഭേദങ്ങളുടെ ആച്ഛാദനമില്ലാത്ത ഒരുവൻ അവിടെയുണ്ട്. അവൻ്റെ ശരീരത്തിലെ ആ തിരുമുറിവും അവിടെ ഉണ്ട്. നിത്യതയിൽ ഈ മുറിവുണ്ടോന്ന്? ഉണ്ടെന്ന് സംശയം വേണ്ട. എന്താ അങ്ങനെ പറയാൻ കാരണം ഈ മുറിവൊരു അപാകതയല്ല, ഇതൊരു യോഗ്യതയാണ്. ഒരു പോലീസ് മേധാവിയുടെ സ്റ്റാർ പോലെ ഇത് ജയത്തിൻ്റെ ചിഹ്നമാണ്. കാരണം സിംഹമടയിൽ കടന്നുപോയ ചെന്നായ്ക്കളുടെ പറ്റത്തിലേക്ക് ഇരമ്പിക്കയറിയ ഒരാടും ഇതുവരെ തിരിച്ചു വന്നില്ല. ഈ കുഞ്ഞാട് മാത്രമേ മുറിവറ്റവനായി ജയാളിയായി ശത്രുവിനെ തോൽപ്പിച്ച് ജയോത്സവം കൊണ്ടാടി വന്നിട്ടുള്ളൂ. അതിൻ്റെ തെളിവാ ഈ മുറിവ്. മാത്രമല്ല, തെളിവ് വീണ്ടും തരാം. നമ്മുടെ സ്വന്തം തോമാസ്ലിയോട് എന്താ പറഞ്ഞേ? ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞാൽ പറഞ്ഞല്ലേ, ഞാൻ തന്നെയാ നോക്കതേ, കണ്ടോ ഈ മുറിവ് അവിടെ ഉണ്ടെന്ന്, ഒരു കുഴപ്പമില്ലെന്ന്. ഇത് ജയത്തിൻ്റെ ചിഹ്നമാണ്. അപ്പോഴേ ഈ കിട്ടിയ സൗഭാഗ്യങ്ങളെല്ലാം ഓർത്ത് എനിക്കും നിങ്ങൾക്കും നിഗളിക്കാൻ, അഹംഭാവം പുലർത്താൻ ഒരു ബോധം വരുമ്പോഴൊക്കെ അവൻ ഈ കരമൊന്ന് ഉയർത്തി കാണിച്ചാൽ അത് ധാരാളം. കാരണം ഈ മുറിവ് ഒരു കാര്യം പറയും, നീ ഇവിടെ വരെ വന്നത് നിൻ്റെ കഴിവല്ല, ഈ മുറിവാണ് നിന്നെ ഇവിടെ വരെ കൂട്ടിവരുത്തിയത്. ഇന്ന് രാത്രി നമുക്ക് ഈ മുറിവിനെ ചൊല്ലി ജയിക്കാം. ഇതിനാ പ്രവാചകൻ ചോദിച്ചത്, ഞങ്ങൾ പണ്ടേ ഇത് നിങ്ങളെ ബോധ്യപ്പെടുത്തിയില്ലേ? ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? അവൻ ഇളയതൈ പോലെയും വരണ്ട നിലത്തുനിന്ന് വേർവിളക്കുന്ന പോലെയും അവൻ്റെ മുമ്പാകെ വളരും. അവന് രൂപഗുണമില്ല, കോമളത്വമില്ല, കണ്ടാൽ ആഗ്രഹിക്കത്തക്ക സൗന്ദര്യവുമില്ല. അവൻ മനുഷ്യരാൽ അടിക്കപ്പെട്ടു, നിന്ദിക്കപ്പെട്ടും ത്യജിക്കപ്പെട്ടും വ്യസനപാത്രമായും രോഗശീലിച്ചവനായി വരുന്നു. അവനെ കാണുന്നവർ മുഖം മറച്ചു കളയത്തക്കവണ്ണം അവൻ നിന്ദിതനായിരുന്നു. നാമോ ദൈവനെ ആദരിച്ചതുമില്ല എന്ന് വിചാരിച്ചു. എന്നാൽ അവൻ നമ്മുടെ അകൃത്യം നിമിത്തം തകർത്തും നമ്മുടെ പാവം നിമിത്തം മുറിവേറ്റുമിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നുമിരിക്കുന്നു. ഇന്ന് കേട്ട ഈ തിരുവെഴുത്തിൽ നമ്മുടെ ദൈവത്തിന് മഹത്വമർപ്പിക്കത്തക്ക വിധത്തിൽ ആ രക്തത്തിൻ്റെ ശക്തി, ചൈതന്യങ്ങളെ ജീവിതത്തിൽ ഏറ്റെടുത്ത് നമുക്ക് മടങ്ങാം. ഈ അവസാന നിമിഷം 2 മിനിറ്റ് കൂടി ഞാൻ ഈ ചിന്ത പറയുന്ന ഇടത്ത് പറയുന്ന ഒരു കഥ പറഞ്ഞ് നിർത്താം. കുട്ടികളും മൊഴിയില്ലല്ലോ, അപ്പോഴാ ക്രൂശിൻ്റെ മഹത്വം പൂർണ്ണമാകും. വിശ്വവിഖ്യാതനായ
വില്യം ഷേക്സ്പിയറുടെ മാക്ബത്ത് എന്ന ഡ്രാമ അത് പഠിക്കാത്തവരാരും ഉണ്ടാവില്ല. പഠിക്കാത്തവരും കേട്ടോ. ഈ മാക്ബത്ത് ധീരനായ ഒരു സൈനികനായിരുന്നു. മാക്ബത്തിൻ്റെ ഭാര്യ ലേഡി മാക്ബത്ത് ഒരു ദിവസം രാജാവിനെ മാക്ബത്ത് തൻ്റെ വീട്ടിലേക്ക് വിരുന്നിന് ക്ഷണിച്ചു. ഭക്ഷണമൊക്കെ കഴിച്ചു. തദനന്തരം വിരിച്ചൊരുക്കിയ മനോഹര മാളിക മുറിയിലെ മുകളിലേക്ക് മാക്ബത്ത് രാജാവിനെ കൊണ്ടുവന്നു. രാജാവ് അകത്ത് കിടന്നു. മാക്ബത്ത് പറഞ്ഞു, പ്രഭു ശാന്തമായി ഉറങ്ങുക. ഇവിടെ വന്നൊരു ശത്രുവും അങ്ങയുടെ പ്രാണനെ വെല്ലുവിളിക്കാതെ അങ്ങയുടെ ശയനമുറിക്ക് മുമ്പിൽ ഞാൻ മൂർച്ചയേറിയ വാളും കൊണ്ട് കാത്തു നിൽക്കും. രാജാവ് പറഞ്ഞതൊന്നും വേണ്ട, എൻ്റെ കൊട്ടാരത്തെക്കാൾ സുരക്ഷിതമാണ് നിൻ്റെ വീട്. മാക്ബത്തിൻ്റെ വീട്ടിൽ ഞാൻ കിടക്കുന്നു എന്നറിഞ്ഞാൽ നിൻ്റെ പേര് മാത്രം മതി അവനെ ഭയപ്പെടുത്താൻ. ഇവിടെ ആരും വരില്ല. യു ഗോ ആൻഡ് ടേക്ക് റെസ്റ്റ്. മാക്ബത്ത് തന്നെ പ്രശംസിച്ച വാക്ക് കേട്ട് സന്തോഷചിത്തനായി താഴേക്ക് ചെല്ലുമ്പോൾ തൻ്റെ ഭാര്യ നിൽക്കുന്നു. മുഖത്തെ സന്തോഷം കണ്ടിട്ട് മാക്ബത്തിനോട് അവൾ ചോദിച്ചു, അങ്ങ് പതിവിലും സന്തോഷവാനാണല്ലോ, എന്തു പറ്റി? അതെ, 1000 പാരിതോഷികങ്ങളെക്കാൾ വിലപിടിപ്പുള്ളൊരു വാക്ക് എൻ്റെ ധീരതയെപ്പറ്റി രാജാവ് പറഞ്ഞു. ഓ, അങ്ങനെയോ? കൊള്ളാം. നീ ധീരൻ തന്നെ, സംശയമില്ല. നീ കരുത്തൻ തന്നെ, സംശയമില്ല. പക്ഷെ ഒരു ചോദ്യം എനിക്ക്, നിൻ്റെ രാജാവാണോ നീയാണോ കരുത്തൻ? സംശയിക്കണ്ട, എൻ്റെ രാജാവ് തന്നെയാണ്. ഓ, നിനക്ക് രാജാവിനോടാണോ ഇഷ്ടം, എന്നോടാണോ ഇഷ്ടം? ഒരു ചിന്താക്കുഴപ്പമുണ്ടായില്ല. അയാൾ പറഞ്ഞു, എനിക്ക് നിന്നോട് തന്നെയാണ്. അതാ ശരി, ശരിയും അതാണല്ലോ. അങ്ങനെയോ? അതെ. ഉറപ്പാണോ? അതെ. ഒടുക്കം പറഞ്ഞു, അങ്ങനെയെങ്കിൽ എനിക്കൊരാവശ്യമുണ്ട്, നടത്തി തരുമോ? അയാൾ പറഞ്ഞു, നടത്തിത്തരാം. ഉറപ്പല്ലേ? അതെ. എന്താണ് വേണ്ടത്? ഇന്ന് രാത്രി നീ രാജാവിനെ കൊല്ലണം. ഇന്ന് രാത്രി നീ രാജാവിനെ കൊല്ലണം. എന്നിട്ട് നീ രാജാവാകണം. നിന്റെ വലതുഭാഗത്ത് പട്ടമഹിഷിയായി, രാജ്ഞിയായി ഞാനിരിക്കും. മാക്ബത്ത് എത്ര ശ്രമിച്ചാലും നിനക്കല്ലെങ്കിൽ രാജാവാകാനാവില്ല. ഇതിനപ്പുറത്തൊരു പ്രമോഷനുമില്ല. മാക്ബത്ത് ജീവിതം എൻജോയ് ചെയ്യാനുള്ളതാ. അയാൾ പറഞ്ഞു, ആകാശത്ത് പുഞ്ചിരിച്ചു നിൽക്കുന്ന അമ്പിളിമാമനെയും ഞാൻ നിനക്ക് പിടിച്ചു തരും. പറയൂ. പക്ഷെ ഇത് സാധിക്കില്ല. ഉറപ്പാണോ? ഉറപ്പാ. അവൾ പറഞ്ഞു, മാക്ബത്ത്, 100 കണക്കിന് യുവാക്കൾ എൻ്റെ സൗന്ദര്യം കാത്ത് നിന്നിട്ടും നിന്നെപ്പോലൊരാളെ ജീവിതത്തിൽ സ്വീകരിച്ചത് നിന്റെ കരുത്ത് കണ്ടിട്ടാ. 1000ങ്ങളുടെ തല കൊയ്ത നിന്റെ കൈ ആ രാജാവിൻ്റെ പ്രാണനെ സംരക്ഷിക്കാനായിരുന്നു. പക്ഷെ ഇന്നെൻ്റെ ആവശ്യം ആ രാജാവിനെ നീ കൊല്ലണം. നടക്കില്ല. വേണ്ട. എൻ്റെ പ്രണയം കാത്ത് 100 ചെറുപ്പക്കാർ ഇതാ കാത്തു നിൽക്കുന്നു. ഞാൻ പോയേക്കാം. അവൾ വാരിക്കെട്ടി നടന്നു പോകാൻ തുടങ്ങാൻ രാത്രി. മാക്ബത്ത് പറഞ്ഞു, പോലെ നീ എന്താ വിവേക പറയുന്നത്? അയാൾ പറഞ്ഞു, അവൾ പറഞ്ഞു, പോകില്ല. ഒറ്റ ഉറപ്പ്, വേറെ ഓപ്ഷനില്ല. ഒറ്റ ഉറപ്പ് പറയൂ. എനിക്ക് വേണ്ടി നീ കാര്യം ചെയ്യുമോ? ഇല്ലെങ്കിൽ ഇനി തിരിയില്ല. വിളിക്കരുത്. വിളിച്ചിട്ടും വിശേഷമില്ല. ഒടുക്കം അവനൊന്ന് സംശയിക്കുന്ന കണ്ടപ്പോൾ അവൾ പറഞ്ഞു, മാക്ബത്ത്, വേഗം വേഗം വേഗം, മാക്ബത്ത് പ്ലീസ്. ഒടുക്കം സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി ആ പ്രലോഭനം അയാളെ കീഴടക്കി. അവൾ സന്തോഷചിത്തയായി ഓടിക്കടന്ന് അറയിൽ നിന്നൊരു വാളെടുത്ത് മാക്ബത്തിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, പെട്ടെന്ന് പെട്ടെന്ന് പോയിട്ട് വരൂ. മാക്ബത്ത് ഉടവാൾ തിരിച്ചും മറിച്ചും നോക്കി. മുകളിൽ ചെന്നു. പതുക്കെ കതക് തുറന്നു. പാതിമാത്രം താഴ്ത്തിയ ശരറാന്തലിൻ്റെ വെളിച്ചത്തിൽ രാജാവ് ഉറങ്ങുന്നു. പള്ളിയുറക്കം കൊള്ളുന്ന രാജാവിൻ്റെ മുറിക്കുള്ളിൽ വിറയാർന്ന കാലുകളോടെ, വിറയാർന്ന കരങ്ങളോടെ മാക്ബത്ത് അകത്ത് കിടന്നു. വെട്ടാൻ വയ്യ.
100 പേരെ തലകരിഞ്ഞ പാരമ്പര്യമുണ്ട്. പക്ഷേ വയ്യ, എങ്ങനെ വിട്ടും? പേരും പെരുമയുമില്ലാത്ത എനിക്ക് വില തന്ന രാജാവിനെ, പദവി തന്ന രാജാവിനെ, ഇത് അനീതിയാ. പക്ഷെ വയ്യ. അവൾ പോകും. ഒടുക്കം ധൈര്യം സംഭരിച്ച് മാക്ബത്ത് വാളുയർത്തി രാജാവിൻ്റെ ഗളം പിളരുമാറ് അത് കുത്തിയിറക്കി. രാജാവൊന്ന് കണ്ണു തുറന്നു. മാക്ബത്തിൻ്റെ മുഖത്തേക്ക് ഒന്ന് നോക്കി. എന്തിന് എന്ന അർത്ഥത്തിൽ. എന്ത് ചോദിച്ചാലും തരുമല്ലോ, പക്ഷെ ഇതെന്തിന് അറിയില്ല. രാജാവ് കണ്ണടച്ചു. രാജാവ് ഉറങ്ങി. രാജാവ് കടന്നുപോയി. മണ്ണും പെണ്ണിനും വേണ്ടി പടവുരുതാത്ത, നികുതി പിരിവില്ലാത്ത, ഏറ്റുമുട്ടലും കലഹങ്ങളുമില്ലാത്തൊരു ലോകത്തേക്ക് രാജാവ് കടന്നുപോയി. മാക്ബത്ത് താഴേക്ക് വന്നു. ഭാര്യ പറഞ്ഞു, ഇത്ര ഉള്ള കാര്യം, നീയേ ഇന്ന് മുതൽ രാജാവാ. മാക്ബത്ത്, ഞാനാണ് ഈ സുന്ദര മുഹൂർത്തം ഉണ്ടാക്കി വെച്ചത്, തന്ത്രപൂരസരം രാജാവിനെ വിളിച്ചു വരുത്തിയത്. നാളെ ഈ നാടൊരുങ്ങും നിന്നെ എതിരേൽക്കാൻ. ഞാനെല്ലാം ചെയ്തിട്ടുണ്ട്. പട്ടാഭിഷേകത്തിന് വേണ്ടത് സകലതും സജ്ജീകരിച്ചു കഴിഞ്ഞു. നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. നീയാണിനി രാജാവ്. മാക്ബത്തിന് പക്ഷേ സന്തോഷമില്ല. അയാൾ ഒരു കുടം വെള്ളം ആവശ്യപ്പെട്ടു കുടിക്കാൻ. വെള്ളം അവൾ നീട്ടിക്കൊടുത്തു. വെള്ളം വാങ്ങി കുടിച്ച വഴിക്ക് തൻ്റെ കയ്യിലേക്ക് മാക്ബത്തും നോക്കി. എന്നിട്ട് പറഞ്ഞു, ഇതാ നോക്ക്, രാജാവിൻ്റെ ശരീരത്തിൽ നിന്ന് ചിതറിയ ഒരൽപ്പം രക്തം, ഒരു തുള്ളി ചോര. ഇതൊന്ന് കഴുകണം. ആ വെള്ളം ഒഴിക്ക്. കഴുകി കൈ ഉടഞ്ഞിട്ട് മാക്ബത്ത് നോക്കി. ചോരക്കറ പോകുന്നില്ലല്ലോ. വെള്ളം കൊണ്ടുവാ. വീണ്ടും ഒഴിച്ചു. അകത്തെ കൂജയിൽ നിറച്ചു വച്ച തണുത്ത ജലം മുഴുവൻ കൊണ്ടുവരിക. ആ വെള്ളം മുഴുവൻ ഒഴിച്ചു. രക്തക്കറ പോകുന്നില്ല. ഒടുക്കം മാക്ബത്ത് അലറി. കരുത്തരായ 7 സൈനികർ വരട്ടെ, കുതിരകളെ പായിക്കാൻ കെൽപ്പുള്ള സൂതന്മാർ വരട്ടെ, അതിവേഗത്തിൽ ഓടിപ്പോകുന്ന 7 കുതിരകളെ കൊണ്ടുവരട്ടെ. 7 കരുത്തരായ ഇത്തരം സൈനികർ കടന്നിരുന്ന് സൂതന്മാർ ഉപയോഗിച്ച് കടിഞ്ഞാൻ വേഗത്തിൽ ഓടിച്ച് പിടിച്ച് ഈ കുതിരകളെ ഓടിച്ചുകൊണ്ട് 7 കടലുകളിലേക്ക് പോകട്ടെ. 7 കടലുകളിലെ വെള്ളം കോരിക്കൊണ്ടുവരിക. എൻ്റെ കയ്യിലെ ചോരക്കറ കഴുകുക. ആ രാത്രിയിൽ ആർത്തലക്കുന്ന 7 സമുദ്രങ്ങളിലേക്കും 7 സൈനിക മേധാവികൾ കുതിരകളെ പായിച്ചുപോയി. പതച്ചാർത്തുകൊണ്ട് പൊട്ടിച്ചിരിക്കുന്ന സാഗര തരംഗങ്ങൾക്കിടയിൽ നിന്ന് ഈ കുംഭങ്ങളിൽ ജലം നിറച്ചുകൊണ്ട് ആവേശപുരസരം അവർ മടങ്ങിയെത്തി. ഈ മനുഷ്യന്റെ കയ്യിലേക്ക് ജലധാര അതിങ്ങനെ വെള്ളമൊഴിച്ചൊഴിച്ചൊഴിച്ചൊഴിച്ച് ശിരസാകെ ശരീരമാകെ വെള്ളമൊഴിച്ചു. കൈകുടഞ്ഞിട്ട് അയാൾ വിളിച്ചു പറഞ്ഞു, ചോരക്കറ പോകുന്നില്ല, ചോരക്കറ പോകുന്നില്ല. ഒരു കടലിലെ വെള്ളത്തിനും കഴിയാത്ത ഈ ചോരക്കറയുടെ പേരാ സുഹൃത്തെ പാപം. എവിടെ പോയാലും നിന്നെ പിന്തുടർന്ന് പിടിക്കുന്ന പാപം. ഈ പാപത്തിന്റെ കടുകട്ടിയായ വ്രണം പുരണ്ട മനസ്സോടെ ഒരാളെങ്കിലും ഇത് കേൾക്കുന്നെങ്കിൽ ഈ മാക്ബത്ത് ഒരു സങ്കല്പ കഥാപാത്രമായിരിക്കാം, ചരിത്ര പുരുഷനായിരിക്കില്ല. പക്ഷേ ഈ മാക്ബത്തിനെ പോലെ നൂറുന്ന ഹൃദയത്തോടെ 100 പേർ ഈ രാത്രി അകത്തും പുറത്തും ഈ വചനം കേൾക്കുന്നെങ്കിൽ നിന്റെ പാപത്തിന്റെ പരിഹാരത്തിന് തീർത്ഥാടനമില്ല, മറ്റൊരു വഴിയുമില്ല. പക്ഷേ നിനക്കുമുണ്ട് വിമോചനത്തിന്റെ ഒരു ശുദ്ധ ഔഷധം. അതെന്തെന്ന് ഞങ്ങൾ വിളംബരം ചെയ്യാം. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. അവന്റെ രക്തത്തിൽ നമുക്ക് അതിക്രമങ്ങളുടെ മോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. ഇത് കരഗതമാക്കാൻ ഈ രാത്രി ഈ വചനം കേട്ട ഏവർക്കും അത്യുന്നതൻ സംഗതിയാക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.